بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. إن من عباد الله من لو أقسم على الله لأبره. صدق شفيعنا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن ماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാരെ, മുതഅല്ലിംകളെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെയും വലിയ മഹബ്ബത്തുള്ള, ജനങ്ങൾ വലിയ സ്ഥാനവും ബഹുമാനവും നൽകുന്ന ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്കാണ് ഈ ശവ്വാൽ മാസത്തിൽ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശുദ്ധ ദീനിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ധാരാളം അമ്പിയാക്കളെയും മൗലിയാക്കളെയും അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. അവർ ഈ ഭൂമി ലോകത്ത്
പരിശുദ്ധ ദീൻ സജീവമാക്കുന്നതിന് അതാത് കാലങ്ങളിൽ ചെയ്യേണ്ട വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരാണ്. ആ മഹാന്മാരുടെ മഹത്വം പറയലും അനുസ്മരിക്കലും അവരുടെ പേരിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ വളരെ മഹത്വമുള്ള പുണ്യമേറിയ കാര്യങ്ങളാണ്. ഈ ഭൂമിലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തിലായി ജീവിക്കുന്ന വലിയ മഹത്തുക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ ഒരു സന്തോഷമാണ് അവരുടെ കാരണത്തിനാൽ പരിശുദ്ധ ദീൻ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിജ്ഞാന രംഗത്ത് പ്രശോഭിച്ചു നിന്ന പഴയകാലത്തെ ഉലമാഇന്റെ ഔലിയാക്കളുടെ നാമധേയങ്ങളിലൊക്കെ ദീനീ സ്ഥാപനങ്ങൾ കാണാൻ കഴിയും. ധാരാളം സ്ഥലങ്ങളിൽ. ലോകപ്രശസ്ത പണ്ഡിതനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലും പുറത്തുമൊക്കെ ആ നാമധേയത്തിൽ വലിയ വിജ്ഞാന സംരംഭങ്ങൾ ഇന്നും സജീവമായി നടക്കുന്നുണ്ട്. മറ്റൊരു വലിയ മഹാനാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അവരുടെ പേരിലും വലിയ വലിയ വിജ്ഞാന കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. ഞാനതിൻ്റെ അഡ്രസ് ഒന്നും എണ്ണി പറയുന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാര് ധാരാളം ഉണ്ട്. ഒന്നും രണ്ടും ഒന്നല്ല. ഇൽമുൽ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി തന്നെ 1000-ലധികം വരുന്ന ഉസ്താദുമാരെ കണ്ട വലിയ മഹാനുഭാവനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇൽമിലായി ജീവിച്ച് അമല് ചെയ്ത് ജീവിതത്തിലും ജീവിതാനന്തരവും വലിയ ബഹുമാനം അല്ലാഹു തആല ജനങ്ങൾക്ക് കാണിച്ചു നൽകിയ മഹാന്മാരിൽ വലിയൊരു മഹാനുഭാവനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അവരെ കൊണ്ട് പരിശുദ്ധ ദീൻ ഹയാത്താക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാണ് അവരുടെ നാമധേയത്തിൽ ദീനീ വിജ്ഞാന കേന്ദ്രങ്ങൾ സജീവമായി സ്ഥാപിക്കപ്പെട്ടത്. അവരുടെ ഉസ്താദുമാരിൽ വലിയൊരു മഹാനാണ് ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു. അവരുടെ പേരിലും ദീനീ വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. മറ്റൊരു ഉസ്താദാണ് ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു. അവരുടെ പേരിലുമുണ്ട് ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ദീനിന് വേണ്ടി ജീവിതം സജീവമാക്കിയ, രാവും പകലും കഠിനാധ്വാനം ചെയ്ത മഹാന്മാർക്കൊക്കെ അല്ലാഹു ഇവിടെ വെച്ച് നൽകുന്ന വലിയൊരു ബഹുമാനം ആഖിറത്തിലേക്കുള്ള ദറജ ഉയരാനുള്ള വലിയൊരു നിമിത്തമാണ് അവരുടെ ദീനിയായ ജീവിതം. ദീനിന് വേണ്ടി അവര് കാവൽ നൽകി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ സഹായിച്ചു, സഹകരിച്ചു എന്നതുകൊണ്ട് അല്ലാഹു നൽകിയ ബഹുമാനം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടിൽ അതിൽ എടുത്തു പറയേണ്ട വലിയൊരു മഹാനാണ്. അവരെ പേരിലുമില്ലേ മഖ്ദൂമിയ സ്ഥാപനങ്ങൾ, അല്ലേ? പള്ളികൾ, മദ്രസകൾ എത്ര ഉണ്ട്? ഒരുപാടുണ്ട്. ഒന്നും രണ്ടൊന്നല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും സ്ഥാപനങ്ങളുണ്ട്, സമുച്ചയങ്ങൾ. അവരൊക്കെ ദീനിന് വേണ്ടി അത്രയും കഠിനാധ്വാനം ചെയ്ത് സമയം ചെലവഴിച്ച് വലിയ കറാമത്തുകൾ അല്ലാഹു തആല മറ്റുള്ളവർക്ക് അവരെ ഹയാത്തിലൂടെ കാണിച്ചു കൊടുത്ത്
മരണത്തിന്റെ ശേഷവും അവരുടെ പേരും പെരുമയും അല്ലാഹു തആല നിലനിർത്തുകയാണ്. അതേ സമയത്ത് ഇവിടെ ഭരിച്ച ഒരുപാട് ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികളിൽ ലാസ്റ്റ് സമയം വരെ ഒരു ക്ഷീണവും ബാധിക്കാതെ ഭരിച്ച ഭരണാധികാരിയാണ് ഫിർഔൻ. അയാളുടെ പേരിൽ എന്താ ഉള്ളത്? ഫിർഔന് വലിയൊരു ഭരണാധികാരിയാണ്. ചെറിയ ഭരണാധികാരി ഒന്നല്ല, പ്രതിപക്ഷമില്ലാതെ ഭരിച്ച ഒരാളാണ് ഫിർഔൻ. 1-2 വർഷമൊന്നുമല്ല. നാളെ ഫിർഔൻ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ചരിത്രം കേൾക്കുമ്പോൾ വിചാരിക്കും ആള് നല്ല ആഴോ നീട്ടും പരപ്പൊക്കെ ഉള്ള ആളാണ്. ആകെ 4 മുഴയുള്ളൂ. ഈജിപ്തി മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് ഇപ്പോഴും അയാളുടെ ശരീരം കാണാം. കേടുപാടൊന്നും പറ്റിയില്ല, അത് ബഹുമാനം കൊണ്ടല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ലോകത്തുള്ള ബുദ്ധിജീവികളൊക്കെ സമ്മതിക്കാനും മനസ്സിലാക്കാനും ഫിർഔൻ അള്ളാഹു അങ്ങനെ ബാക്കി വെച്ചത്. അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത ശരീരം, ഒരു ഞണ്ട് പോലും കൊത്തിയിട്ടില്ലല്ലോ. അത് ബഹുമാനം ഉണ്ടായിട്ടല്ല. പിന്നെ ഇത്രയും കിരാത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഇനിയും ലോകത്ത് വരും. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, സിവിലിയന്മാരെ മുഴുവനും അറസ്റ്റ് ചെയ്യുന്ന, കൊന്നു തകർത്ത് ഭരണം സ്ഥാപിക്കുന്ന, ഏതെങ്കിലും പാശ്ചാത്യന്മാരുടെ ഏജൻസികളായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഇപ്പോഴുള്ളതുപോലെ ഇനിയും വരും. അവർക്കൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം എന്റെ ലാസ്റ്റ് സമയം ഇങ്ങനെയാണ്. ഫിർഔനെ പോലെ എത്ര വലിയ കഴിവും സ്വാധീനമുള്ള ആളാ. ഇബ്ലീസിനെ പോലും കടത്തി വെട്ടിയ ആളാണ് ഈ ഫിർഔൻ. ഇബ്ലീസ് വന്നിട്ട് ഒരിക്കൽ ഫിർഔനോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്ത മനുഷ്യനാണ്, ഞാൻ പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അല്ലാഹു തആലാനോട് വിസമ്മതിച്ച് കിബ്ർ നടിച്ച് അത് മൂലം കുഫ്റിൽപ്പെട്ട് എന്നോട് പുറത്താക്കി പോകാൻ പറഞ്ഞു. എന്നോട് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അനുസരിക്കാത്ത നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ അങ്ങനൊക്കെ ആയെങ്കിലും നിങ്ങൾ എന്നെക്കാൾ എത്രയോ കടത്തിവിട്ട്, ഞാനൊരിക്കലും ഞാനൊരു ഇലാഹാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇലാഹാന്നും പറഞ്ഞു. അന റബ്ബുക്കുമില്ല, ഞാനാണ് നിങ്ങളെ വലിയ തമ്പുരാൻ. ചെറുത് ചോട്ടാ ഫറോമാർ കുറെ ഉണ്ടല്ലോ, വല്യമ്പുരാന് ഞാനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ ആള് തീർക്കല്ല, ഭയങ്കര ധൈര്യവാനാണ്. ഫിർഔന് തോന്നിയത് കുറച്ച് അധികപ്പറ്റായി പോയി, തിരുത്തിയിട്ട് മാറണം. ഫിർഔൻ ചോദിച്ചു ഇബ്ലീസിനോട്, ഞാനത് മാറ്റി പറഞ്ഞ് നല്ല രൂപത്തിൽ തന്നെ ആയി, ഒന്ന് ജനങ്ങളോടൊക്കെ തിരുത്തി പറഞ്ഞാലോ? ഇബ്ലീസ് പറഞ്ഞു, പഹയ, തിരുത്തി പറയാൻ പാടില്ല. നിന്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നത് നീ അത് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഉറച്ചു നിൽക്കണം. നീ റബ്ബാണ് ഇലാഹാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കണം. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത്രയും തോന്ന ആളുകൾ നിന്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് മാറ്റരുത്, നീ അങ്ങനെ നിൽക്കണം. നിങ്ങൾ നോക്കാ, ഫിർഔൻ ഇബ്ലീസിനെക്കാളും ആള് ഒരു പടി മുൻപന്തിയിലാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത് ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ബോഡിയെ, ആത്മാവിനല്ല, നിന്റെ ബോഡിയെ സുരക്ഷിതമാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്തിന്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമാകണം, ദൃഷ്ടാന്തമാകണം. നിന്റെ പിറകിൽ ഇതുപോലെ രക്തദാഹികളായ ഒരുപാട് ഭരണാധികാരികൾ വരും. പലരെയും കൊന്നിട്ട് ഭരണം സ്ഥാപിക്കും. പലരെയും കൊന്നിട്ടല്ലേ സഹോദരന്മാരെ ഇറാഖിൽ അമേരിക്ക സ്വാധീനം വരുത്തിയത്? പലരെയും കൊന്നിട്ട് ഇന്നും കൊന്നുകൊണ്ടിട്ടല്ലേ മുസ്ലിങ്ങൾക്ക് അധീനതയിലുള്ള ഫലസ്തീനിലെ പ്രദേശങ്ങളൊക്കെ ജൂതന്മാർ കൈകറിക്കൊണ്ടിരിക്കുന്നത്? അതൊരു സ്വഭാവമാണ്, മൃഗീയമായ രൂപത്തിൽ തന്നെ. എന്തെങ്കിലുമൊക്കെ ചെറിയ കേസ് പറയും, അവരിങ്ങോട്ട് എറിഞ്ഞു നോക്കി, എറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്.
അവരൊക്കെ പോയി കാണേണ്ട ഒരു ശരീരം അങ്ങനെ തന്നെ അള്ളാഹു തആല ബാക്കി വെച്ചു. നരച്ച മുടിയൊക്കെ എപ്പോഴും പോയാൽ കാണും. ചെറിയ പല്ലൊന്നും പോയിട്ടൊന്നുമില്ല, ചെറിയ പല്ലും അയാളെ നഖമൊക്കെ അങ്ങനെ തന്നെ. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണും ഒരു ചില്ലുംകുട്ടിലാക്കി വെച്ചു. അതേ സ്ഥലത്ത് അതേ മ്യൂസിയത്തിൽ തന്നെ കഴിഞ്ഞ കാല ഫറവന്മാരുടെ കുറെ ജഡശരീരങ്ങളുണ്ട്. പക്ഷെ അത് 4-5 ദിവസം കഴിഞ്ഞാൽ അതിന്റെ കെട്ടയിച്ച് മാറ്റിയിട്ട് പുതിയ പൗഡറും പുതിയ കെമിക്കലൊക്കെ ചേർത്ത് പിന്നെയും കെട്ടിക്കൂട്ടി വെക്കും. അത് ഓപ്പണായിട്ട് കാണൂല. അങ്ങനെ ഒരു മുട്ടി കിടക്കുമ്പോൾ അങ്ങനെ പൊതിഞ്ഞിട്ട് കാണും. പക്ഷെ ഇയാളുടെ ഈ ഖുർആനി പരാമർശിക്കുന്ന ഈ ഫിർഔന്റെ ശരീരം അങ്ങനെ തന്നെ. അയാൾ കിടക്കുന്നിടത്ത് മാത്രമേ ആ മ്യൂസിയത്തിൽ AC ഉള്ളൂ. അതുകൊണ്ട് അയാൾ സലാമത്തിലായി എങ്ങനെ ചിരിച്ചു കിടക്കാന്നാ? അല്ലല്ല, 24 മണിക്കൂറും അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേത്രങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ മുഴുവനും കാണാനുള്ള കഴിവില്ല. ചെറിയ ഒരു ശിക്ഷ ഖബറിന്റെ ഉള്ളിൽ നിന്നുള്ളത് കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ കർണപുടങ്ങളെയും നമ്മുടെ കേൾവിയെയും കാഴ്ചയെയും അല്ലാഹു തആല മറച്ചിരിക്കുന്നത്. ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്തുള്ള ഒരു ശബ്ദം കൊണ്ട് കേട്ടാൽ മതി അല്ലേ? പിന്നെന്താ ഉണ്ടാക? പിന്നെ ആൾക്കാർ ജനാസിന്റെ കൂടെ പോരുന്നതും കൂടി ഇല്ലാതാകും. അല്ലാതെ ഖൗഫുണ്ട് ആൾക്കാർ നന്നാവുന്നല്ല. ആ ഒരു സുഹൃതം കൂടി ആൾക്കാർ നിർത്തിവെക്കും. അങ്ങനെ ഉണ്ടാകുക. നന്നാകാണി എന്നാ ഇടക്കിടക്കിനെ കാണിച്ചിട്ടാ പോരെ. അങ്ങനെ നന്നാവില്ല. അങ്ങനെ നന്നാകാണി ലോകത്ത് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നന്നായ എല്ലാരെയും പേടിപ്പെടുത്തുന്ന രീതിയിൽ, ലോകം മൊത്തം മറക്കുന്ന രീതിയിൽ സംഭവം വന്നിട്ട് എത്ര ആൾ പിടിച്ചു? മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എത്ര ആൾ നന്നായി? അങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ട് ഇന്നും രക്ഷപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ജുമാക്കും ജമാഅത്തിനൊന്നും പോകണ്ട, വിട്ടുമാറിയില്ല. അവർക്ക് ഇനി എന്നാ വിട്ടുമാറാന്നറിയാം. ലാസ്റ്റ് പഞ്ഞി വെക്കുന്ന സമയത്തൊക്കെ മാറിയെന്നറിയാം. അതുവരെ ഇതൊരു കൺസെഷനായി അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അതൊരു തരം അടവാ, മടിയുടെ മഹാ അടവ്. കാരണം അയാൾ ബാക്കി എല്ലാ സ്ഥലത്തും തിക്കി തിരക്കുന്നത് കാണുന്നുണ്ട്. കല്യാണപ്പുരയിൽ ആൾ മുൻപന്തിയിലുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല. അവിടെ ചന്തയിൽ നോക്കുമ്പോ അയാൾ തന്നെ ഉള്ളു, വേറെ ആരുമില്ല. അങ്ങാടിയിൽ നോക്കുമ്പോൾ അയാൾ തന്നെ ഉള്ളു അല്ലേ? എവിടെ ഇല്ലാത്തുള്ളൂ? പള്ളിയിലും ജമാഅത്തിലും. വിശ്വാസ ദൗർബല്യമാണ്, വിശ്വാസത്തിന്റെ കേടാ. ആൾക്കാർ നന്നാകാനൊക്കെ കൂലം കുത്തിവെക്കില്ല. കൊണ്ട് ഇല്ല, ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിരുന്നത് അല്ലാഹു തആല നന്നാകാനാണ്. പക്ഷെ അത് ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അപ്പൊ ഈ ഫിർഔൻ അല്ലാഹു തആല ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഫിർഔന്റെ പേരിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ? എവിടെയില്ല. ചെയ്ത ഒരുപാട് ആളുകളുടെ പേരിൽ, മനുഷ്യർക്ക് മൊത്തം ഉപകാരം ചെയ്ത ആളുകളുടെ പേരിൽ, ഭരണകർത്താക്കളായ പലരുടെയും പേരിൽ യൂണിവേഴ്സിറ്റികൾ പലതുണ്ട്. ഈ ഫിർഔന് അടക്കി ഭരിച്ച ഒരാളെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല. എന്താ കൊടുക്കുന്ന പിന്നെ വേറൊരാളല്ലേ ഖാറൂൻ, കോടീശ്വരനാണ് ലോകത്ത്. ഖാറൂന്റെ സ്വത്ത് കൊണ്ട് പിൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒന്ന്, ഒരു കാര്യമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അക്ഷീണം യത്നിച്ച് പ്രവർത്തിച്ച ആളുകൾ, അവർ കാലാകാലവും ഇവിടെ സ്മരിക്കപ്പെടും. അവരെ സ്മരണ ഒരു നിലക്കും വിട്ടുപോകൂല. നമ്മളൊക്കെ മക്കയിലെത്തിയാൽ അവിടെ എത്താൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. ജന്നത്തുൽ മുഅല്ല കണ്ടാൽ ആദ്യമായിട്ട് ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് വരും ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അവിടെ അങ്ങനെ ഒരു പ്രത്യേക ബോർഡും ഉണ്ട്. അവിടെ വേറെ കുറെ ആൾക്കാരില്ലേ? വേറെ കുറെ ആൾക്കാരെ പോലെയാണോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ? ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഏറ്റവും കൂടുതൽ ചരിത്രം അനുസ്മരിക്കുന്നത്
പരിശുദ്ധ ദീനിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത മഹദിയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 25 വർഷം ജീവിച്ചപ്പോൾ ആ 25 വർഷത്തിൽ വളരെ വലിയ ത്യാഗങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കൊക്കെ അല്ലാഹു തആല ദീന് കൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് തന്നത്. ഒരു പ്രയാസമില്ല. എന്ത് പ്രയാസമുള്ളത്? നമുക്ക് ചെറിയ ചെറിയ ഫിത്നകളും ഫസാദുകളും സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? വിശ്വാസരംഗത്ത് വല്ല മർദ്ദനുണ്ടോ? വല്ല പീഡനങ്ങളുണ്ടോ? ജീവിതത്തിന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുടെ മുകളിൽ ആ ഒരു പേര്, ജന്നത്തുൽ മുഅല്ലയിൽ ആ ഒരു പേര് പ്രത്യേകം അടയാളപ്പെടുത്തി കിടക്കും. അവിടെ ധാരാളം മഹാരഥന്മാരുണ്ട്. 1, 2 ഒന്നല്ല, ഒരുപാട് ആളുകൾ. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ വരില്ലേ, പലരും ഉണ്ട്. പക്ഷേ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സ്മരണ ഒരിക്കലും ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഖുർആനല്ലേ മഹത്വം പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തികമായി ക്ഷീണം അനുഭവിച്ച ഘട്ടത്തിൽ തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് സമ്പത്ത് കൊടുത്ത് സമൃദ്ധി നൽകിയത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഇമാം ഖുർത്തുബി തങ്ങൾ ആയത്തിന് തഫ്സീർ എഴുതി, ഐ അഗ്നാക ബിമാലി ഖദീജത റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. നമ്മൾ മനസ്സിലാക്കണം, ദീന് സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചു, ബാപ്പാനിമ്മാനി നോക്കാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷെ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് അവർക്ക് ബഹിഷ്കരണം. അവർക്ക് ഇവിടുന്ന ഭക്ഷണം ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വത്തിൽ നിന്നാണ്. ശരീരമാസകലം പരിക്ക് പറ്റി വരുന്ന ആളുകൾക്ക് ചികിത്സയ്ക്ക് ഇവിടുന്ന പണം ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തിൽ നിന്നാണ്. ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവും കൊടുക്കാതെ ക്ഷീണിപ്പിച്ച ആളുകൾക്ക് വസ്ത്രം നൽകിയത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വത്തിൽ നിന്നാണ്. അതൊരു ചെറിയ ത്യാഗമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുടെ ബഹിഷ്കരണം, സാമ്പത്തിക ബഹിഷ്കരണം നേരിട്ട് ശുഐബ് അബീ ത്വാലിബിൽ കഴിയുമ്പോൾ നമുക്കൊന്നും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ വന്നിട്ടില്ല. നമ്മൾ അല്ലാഹു തആലക്കുള്ള ശുക്ർ 24 മണിക്കൂറല്ല, ജീവിതത്തിൽ മൊത്തത്തിൽ ചെയ്താലും നമ്മൾ എവിടെ എത്തൂല. ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു ഘട്ടം മക്കയിലുള്ള ആളുകൾ മൊത്തത്തിൽ തീരുമാനിച്ചു, സാമ്പത്തികമായി ഒരു നിലക്കുള്ള സഹായവും സഹകരണവും കൊടുക്കണ്ട. ശുഐബ് അബീ ത്വാലിബിൽ മലഞ്ചെരുവിൽ കഴിയുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മലഞ്ചെരുവിൽ കഴിഞ്ഞു. സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ആട് വിസർജിക്കും പോലെയാണ് വിസർജിച്ചിരുന്നത്. കാരണം പച്ചിലല്ലേ ഭക്ഷിക്കുന്നത്, ഇലകളാണ് ഭക്ഷിക്കുന്നത്, വേറെ ഒന്നും ഭക്ഷിക്കാനില്ല, കായ്ക്കനികളായിട്ടൊന്നും കിട്ടാനില്ല, കുടിക്കാനുള്ള വെള്ളം പലപ്പോഴും കിട്ടിയെങ്കിലായി. ആ ഘട്ടത്തിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബം മക്കയിലുണ്ട്. അവര് വലിയ തറവാട്ടുകാരാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പ ഖുവൈലിദ് മക്കയിൽ അറിയപ്പെട്ട പഴയകാലത്തെ പ്രതാപമുള്ളൊരു നേതാവാണ്. സഹോദരങ്ങൾ വന്ന് വിളിച്ചു, വീട്ടിലേക്ക് നിങ്ങൾ വരി, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, സുഖമായി കിടക്കാം. ഖദീജ റളിയല്ലാഹു അൻഹ ഇല്ല, ഞാൻ വീട്ടിലേക്കില്ല, ഞാൻ ഇവിടെ മലഞ്ചെരുവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇവിടെ താമസിക്കാം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് എല്ലാവിധ സഹായങ്ങളും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വിശ്വാസം കൊണ്ടും ഒക്കെ നൽകി സഹായിച്ച സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ വാക്ക്, മാ അബ്ദലനില്ലാഹു ഖൈറം മിൻഹാ. ആ ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് വേറെ തന്നിട്ടില്ല.
9 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ ഹയാത്തിലുണ്ട്. ആ 9 ആളും ഖദീജ ബീവിക്ക് പകരമാകൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പകരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മാത്രമേ ഉള്ളൂ. കാരണം ആ 25 വർഷം ഏറ്റവും വലിയ സാഹസികത നിറഞ്ഞ വർഷങ്ങൾ, ഒരിക്കലും പിറകോട്ട് പോകാതെ അടിയുറച്ച് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി എല്ലാം സഹിച്ചും ത്യജിച്ചും കൂടെ നിന്നതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വം ഒന്ന് വേറെയാണ്. ആ മഹത്വം നിലനിൽക്കുന്ന മഹത്വമാണ്. ആ മഹത്വത്തോട് ചേർക്കാൻ പറ്റുന്ന ഒരാളും വേറെയില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നാൽ ഖദീജ ബീവിയെ പറ്റി പറയും. അപ്പൊ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാവും? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, ആയിഷ ബീവിന്റെ കൂടെ നബി തങ്ങൾ താമസിച്ചത് 9 കൊല്ലം. ഈ 9 വർഷത്തിലും വീട്ടിലേക്ക് വന്ന ഉടനെ ഖദീജ ബീവിന്റെ മഹത്വം അങ്ങനെ പറയും. നമ്മൾ ആണ്ടൃതിയിൽ ഒരിക്കലല്ലേ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖിനെ നമ്മൾ ഓർക്കുന്നത്. എന്നും ഫാത്തിഹ ഓതുന്ന ആളുകളുണ്ട്, തവസ്സുൽ ബൈത്തിൽ നിന്ന ആളുകളുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ വാരിക്കൂട്ടുന്നവരുണ്ട്. അവരത്രയും നല്ല ബന്ധവും നല്ല ഈമാനും നല്ല ശക്തിയും നല്ല വസീലയൊക്കെ ഉള്ള ആളുകളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയാത്ത ഒറ്റ ദിവസമില്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് ഇതെങ്ങനെ കേൾക്കല്ല. എല്ലാ ആഴ്ചയും വന്നാലും പുതിയ പുതിയ മഹത്വങ്ങൾ ഇങ്ങനെ പറയും. 25 വർഷത്തെ ജീവിതത്തെ ചരിത്രം പറയാനുണ്ട്. അങ്ങനെ ഒരു മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വേറെ ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ ചുരുങ്ങിയ വർഷങ്ങളാണ് ജീവിച്ചത്. രണ്ടാമത്തെ ഇണയായി വന്ന സൗദ ബീവി റളിയല്ലാഹു അൻഹയും ബാക്കിയുള്ള ഇണകൾക്കൊക്കെ ചുരുങ്ങിയ വർഷങ്ങളാണ് കിട്ടിയത്. ഇത്രയും വലിയ വർഷം ജീവിച്ച 25 വർഷം ജീവിച്ച ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ഏടുകൾ ഇങ്ങനെ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം പറഞ്ഞു, നബിയെ ഹൽ കാനത്ത് ഇല്ലാ അജൂസൻ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെ തോനെ പറയാൻ എന്താ, അതൊരു പ്രായമുള്ള പെണ്ണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ തന്നെ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. അപ്പൊ ആളുകൾക്കൊക്കെ ഒരു പാഠമാണ്, യുക്തിവാദികൾക്കൊക്കെ വലിയ മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വികാര നിർവഹണത്തിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചത് എന്നാ പറയുന്നതെങ്കിൽ ആദ്യം തന്നെ 18കാരി എത്ര കിട്ടും അല്ലേ? മക്കത്തൊന്നുമില്ലേ? തങ്ങളുടെ ഒറ്റ വിവാഹം അതിനു വേണ്ടിയല്ല. വിവാഹ ജീവിതം നടത്തിയത് തന്നെ വികാരശമനത്തിന് വേണ്ടിയോ നിർവഹണത്തിന് വേണ്ടിയല്ല, മാതൃകകൾ പഠിപ്പിക്കാനാണ്. വ്യത്യസ്ത മാതൃകകൾ നമുക്കൊരു പാഠം കൂടി ഇത് തരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 10 ഭാര്യമാര് ഒരുമിച്ച് കൂടുള്ളവരുണ്ടായിരുന്നു. മുസ്ലിമാകുന്ന സമയത്ത് 10 എണ്ണം നേരത്തെ കല്യാണം കഴിച്ചാണ്. നബി എനിക്ക് 10 ഭാര്യമാരുണ്ട്. തങ്ങൾ പറഞ്ഞു, അംസിക്ക് അർബഅൻ ഫാരിഖ് സായിറഹുന്ന, 4 നിർത്തിക്കോളി, ബാക്കി വിട്ടാളിന്ന്. പിന്നെ അതിന്റെ കടമകളും കടപ്പാടുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ സംഗതി 4 വേണ്ടില്ലേന്ന്, 1 മതിയായിരുന്നു. അതാ അപ്പോ 9 ഇണകളെ സംബന്ധിച്ച് ഇണകളെ വ്യത്യസ്ത രീതിയിൽ സ്വീകരിക്കേണ്ടി വന്ന നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഒന്നും വികാര നിർവഹണത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ മഹദിമാരെ കിട്ടും. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ പറ്റി തിരിച്ചറിയാത്ത ഒറ്റ കുട്ടിയും മക്കയിലുമില്ല, മദീനയിലുള്ള, ഹിജാസിലുള്ള എവിടെയില്ല. തങ്ങളെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ കണ്ടാൽ മതി. ആ നടത്തത്തിൽ ഒരു കാറ്റടിച്ച് വീശിയാൽ നല്ല 1-ാം നമ്പർ കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശും. പള്ളിയിൽ തങ്ങൾ വന്നു പോയിട്ടുണ്ടോന്ന് അറിയാനേ, ളുഹുറിന് തങ്ങൾ പള്ളിയിൽ വന്നോന്നറിയാന്, ളുഹുർ കഴിഞ്ഞ് കുറെ ടൈം കഴിഞ്ഞ് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒന്നിങ്ങനെ നടന്നാൽ ആ സുഗന്ധവാസന ഒന്നും തേച്ചിട്ടില്ലെങ്കിലും ഉണ്ട്. അതല്ലേ അവിടുത്തെ ശരീരത്തിന് പ്രത്യേകത. നമ്മള് ഒരു അത്തർ വാങ്ങുമ്പോ എന്ത് ചോദിക്കും? നമ്മളെല്ലാരും എന്താ ചോദിക്കല്? വാസന എത്ര കാലം നിൽക്കും ചോദിക്കും. അപ്പൊ ഒരു 2 ദിവസമൊക്കെ നിൽക്കുന്ന എന്നാ കുഴപ്പമില്ല. അതിനെത്ര 250, 2 ദിവസമൊക്കെ 250 കുഴപ്പമില്ല കിട്ടട്ടെ. കാരണം എപ്പോഴും തേക്കാനാവില്ല. 5 വക്തിനും തേച്ചാലും വാസന അവിടെ
ഒന്നും തേക്കാതെ, ഒരു അത്തറും തേക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊടുത്താൽ, ഒന്നിങ്ങനെ നെറ്റിയിൽ തടവിയാൽ, തല തടവിയാൽ അവിടെ ഒക്കെ നല്ല അത്തർ വാസന. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെ ഉപ്പ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കല്? ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ഉടനെ ഉപ്പ വരുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കല്? നല്ല മിസ്കിന്റെ വാസന വരുന്നുണ്ട്. അപ്പൊ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ജനൽ കൂടി ഒന്നിങ്ങനെ നോക്കാം, ഉപ്പ വരുന്നുണ്ട്. അതാണ് ഈ വാസന കിട്ടിയിട്ട്. അപ്പൊ ആ ഒരു സൗന്ദര്യം അത് പറഞ്ഞാൽ തീരൂല. ഞാനൊരു ഉദാഹരണം പറ, ഒന്നല്ല, തങ്ങളിങ്ങനെ നടക്കുമ്പോൾ മേഘം തണലിട്ടുകൊണ്ടുള്ള ആ നടത്തം, യുദില്ലുഹുൽ ഗമാം, ഉച്ച സമയത്ത് ഇങ്ങനെ നടക്കുമ്പോ എന്താണ് ആ സൗന്ദര്യം? ചുട്ടുപൊള്ളുന്ന സമയത്ത് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ സൂര്യന്റെ താപമോ അതിന്റെ ചൂടോ അതിന്റെ രശ്മികളോ ഒന്നും ഏൽക്കാതെ ഒരു തണലെങ്ങനെ, ആ തണൽ ശരിക്ക് കാണുന്നു, നോക്കിക്കാണുകയാണ്. അതുകൊണ്ടല്ലേ അബൂ ത്വാലിബ് ഒക്കെ ആവർത്തിച്ചു പറഞ്ഞത്, വാബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മതുൽ ലിൽ അറാമിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ മുഖം കാണിച്ചു കൊടുത്താൽ നല്ല മഴ വർഷിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മഴ വേണമെന്ന് പറഞ്ഞ് മഴ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ സൗന്ദര്യം വർണ്ണിച്ചാൽ ആർക്കും തീർക്കാൻ കഴിയില്ല, അത്രമാത്രം വലുതാണ്. ഒരു ചെറുത് പറഞ്ഞാൽ തന്നെ നിൽക്കാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ ആ ഒരു കയ്യിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അതിന്റെ ഒക്കെ ഒരു ഭംഗി, ആന്തരികമായ ആത്മീയമായ ഭംഗിയും ബാഹ്യമായ ഭംഗിയും, രണ്ട് ഭംഗിയും സഹോദരന്മാരെ വ്യത്യസ്തമാണ് ലോകത്തിലാർക്കും നൽകപ്പെട്ടിട്ട്. അപ്പൊ ആ രംഗത്തുള്ള ആ രണ്ട് സൗന്ദര്യങ്ങളും, ബാത്തിനും ലാഹിറുമായ സൗന്ദര്യങ്ങൾ കണ്ട് ആളുകളെ സെലക്ടിങ്ങിന് പോയാൽ എല്ലാരും കൊടുക്കൂലേ? 18കാരികളെ കൊടുക്കൂലേ? എന്നിട്ട് ഈ ബുദ്ധി ഇല്ലാത്ത കഥയില്ലാത്ത കുറച്ച് ആൾക്കാർ കയറി വന്നിട്ട് പറയും, 9 സ്വീകരിച്ചു, മൊത്തം കൂട്ടി നോക്കുമ്പോ 11. രണ്ടാൾ വഫാത്തായണല്ലോ അയാത്ത കാലത്ത്, 2 ഭാര്യമാർ, അപ്പൊ മൊത്തം 11. എന്നിട്ട് അതിന് അവരവർ പേരും. അത് ചരിത്രം വായിക്കുന്ന ഏതൊരു ചെറിയ കുട്ടി, കഥകൾ വായിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര കഥകൾ വായിക്കുന്ന ഒരു കുട്ടി പോലും അംഗീകരിക്കൂല. കാരണം തങ്ങൾ ആദ്യം സ്വീകരിച്ചത് 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നേരത്തെ 2 ഭർത്താക്കന്മാർ സ്വീകരിച്ച് അതിൽ കുട്ടികളുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക്. പക്ഷെ ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈമാനും മഹബത്തും സഹകരണവും ഒന്ന് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ലക്ഷ്യമാക്കിയത് കാര്യമായിട്ട് എങ്ങനെയാണ് ഇണയെ സ്നേഹിക്കേണ്ടത് എന്നൊരു ചിത്രമാണ്. ഇണകളെ ഭാര്യമാരെ വെറുതെ തല്ലുന്ന, വെറുതെ കൊല്ലുന്ന, ആട്ടി ഓടിക്കുന്ന, സദാസമയത്തും ശകാരവർഷം കൊണ്ട് നിറക്കുന്ന ആളുകൾക്ക് മക്കൾക്കാർക്ക് കുടുംബജീവിതം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വർഷം കൊണ്ട് മക്കയിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും ചരിത്രഗതി മാറ്റി തിരുത്തിയിട്ടുണ്ട്. അധ്യാപനങ്ങൾ ഇറക്കിയിട്ടല്ല, അവിടുത്തെ സുന്ദരമായ ജീവിതത്തിന്റെ സന്ദേശത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും മക്കത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങനെ കാണാൻ കഴിയുമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹബത്ത് പോലെ. നമ്മളെ നാട്ടിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരെന്ന് മക്കത്ത് പോയാലേ, കാഴ്ചാ സ്ഥലങ്ങൾ കാണൽ സുന്നത്തുള്ള, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണല്ലോ ജബലുൻ നൂറിന്റെ മുകളിലുള്ള ഗോർ ഹിറ. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്ന സ്ഥലം അതാണെന്ത്? ഹിറാ ഗുഹ. പരിശുദ്ധ റമദാൻ 17 ജിബ്രീൽ അലൈഹിസ്സലാം ആ ഗുഹയിലേക്കാണ് ഇറങ്ങി വന്നത്. അവിടെ വെച്ചിട്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 5 സൂക്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് പരിശുദ്ധമായ ഗോർ ഹിറ, ഹിറാ ഗുഹ.
അതിന്റെ മുകളിലേക്ക് താഴ്ന്ന് മുകളിലേക്ക് കയറുമ്പോഴേക്കിന് ഇപ്പോ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എത്ര കുപ്പി വെള്ളം കുടിച്ചു തീർക്കും, എത്ര പോയിന്റിൽ നിൽക്കും. താഴേക്കും നോക്കും മേലക്കും നോക്കി കയറിയാൽ ഇനി കുറെ കയറാണ്ടില്ലേ, ഏതായാലും ഒന്ന് കയറി നാട്ടുകാരോട് പറയണ്ടേ. അവിടത്തെ മക്കത്ത് പോയിട്ട് കാണാൻ കയറി നോക്കുമ്പോ ഇല്ല ഞാൻ കയറിയില്ലാറിയുമ്പോ ഞാനൊരു ആരോഗ്യം കുറഞ്ഞ ആളാവില്ലേ, അതുകൊണ്ടൊന്ന് കയറിയ. ഇങ്ങനല്ല ഖദീജ റളിയല്ലാഹു അൻഹ കയറിയത്. ഒരു സ്റ്റെപ്പുമില്ല, ഒരു പിടുത്തവുമില്ല. വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ രാവിലെയും വൈകുന്നേരവും ബീബി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കാറായ നേരത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 ദിവസത്തേക്ക് 4 ദിവസത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോയിട്ടാണ് അത് കഴിയുമ്പോൾ താഴോട്ടൊന്ന് ഇറങ്ങി വരും. പിന്നെ എന്തിനാ ഖദീജ റളിയല്ലാഹു അൻഹ കയറി പോകുന്നത്? അതാണ് മഹബ്ബത്ത്. പഴയ കാലത്ത് ആ മഹബ്ബത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ കാണാൻ പറ്റൂല. സഹോദരിമാരൊക്കെ താഴെ നല്ലോണം കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ അതിനൊന്നും ടൈമില്ല ചില സഹോദരിമാർക്കൊന്നും. ഞാൻ വിമർശിക്കില്ല, ഞങ്ങനെ കരുതി എനിക്ക് കുഴപ്പമില്ല. എന്താ കാരണം എന്നറിയാം, നമ്മളെ ഉമ്മമാരിൽ നിന്നൊക്കെ നമ്മൾ ശീലിച്ചൊരു ശീലമുണ്ട്. ഉപ്പ എടുക്കാൻ പോയത്, ഉപ്പ ഒന്ന് കോഴിക്കോട് വരെ പോയതാണ്, ഒരു രോഗിനെ കാണാൻ വേണ്ടി കോളേജിൽ പോയതാണ്. അപ്പൊ അന്നൊക്കെ വാഹനം കിട്ടാൻ കുറച്ചൊക്കെ നേരം വൈകുമല്ലോ. അപ്പൊ നാട്ടിലെത്തുമ്പോഴേക്കൊരു 10-10:30 ഇങ്ങനെ ആവും. ഇങ്ങനെ കിട്ടി പോരണ്ടേ, ചിലപ്പം കുറെ നടക്കും വേണ്ടി വരും. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാർ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചായ കുടിച്ചിട്ട്, ഭക്ഷണം അവിടെ ഓൾറെഡി ഉണ്ട്, അവർ കാത്തിരിക്കുന്നു, ഉപ്പയെ കാത്തിരിക്കുന്നു. ഹദ്ദാദ് ചൊല്ലി, കുറെ അദ്കാറുകൾ ചൊല്ലി, കുറെ മൗലിദുകൾ ചൊല്ലി, മാലകൾ ചൊല്ലി, ഉപ്പ വന്നാൽ കതക് തുറന്നെടുത്ത് ഭക്ഷണം വിളമ്പി കൊടുത്ത് ലാസ്റ്റാണ് പിന്നെ ആര് കഴിക്കുന്നത്? ഉമ്മ കഴിക്കുന്നത്. എന്നാ അതൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ആക്കി വിട്ടെടുത്തിട്ട് റൂം കയറാണ്ട് ഉറങ്ങാണ്. ചാവി മൂപ്പര കയ്യിലൊന്നും കൊടുത്ത് നിങ്ങൾ ചാവി എടുത്തു വെറുതെ ഉറക്കു സ്വീപ്പാണ്ടല്ലോ. അല്ല അല്ല, ഞാൻ വെറുതെ പറയല്ല, അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. ഇവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹബ്ബത്ത് തുല്യതല്ലാത്ത മഹബ്ബത്താണ്. മക്കക്കാരിങ്ങനെ നോക്കുകയാണ്, മക്കത്തുനിന്ന് കുറച്ച് ദൂരം പോകണ്ടേ, ഈ ജബൽനൂർക്ക് കുറച്ച് പോണം. ഒരു 3 ചില്ലറ മൈല് ദൂരമുണ്ട്. മൈലും മൈലീസ് മാറ്റം കേട്ടോ, നമ്മുടെ നാട്ടിലെ മൈലീസ് അല്ല. എത്ര കിലോമീറ്റർ ഉണ്ട്? 7 കിലോമീറ്റർ. അത്രയും ദൂരത്തേക്ക് പോയി പിന്നെ മുകളിലേക്ക്, ആ വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി രാവിലെയും വൈകുന്നേരം ഒരു ദിവസം 2 പ്രാവശ്യം ഭക്ഷണപാത്രമായിട്ട് പോകുമ്പോ ആളുകൾ നോക്കൂലേ, എവിടേക്കായി പോകുന്നത് ചോദിക്കൂലേ? അപ്പൊ എന്താണ് ഈ പോക്കിന്റെ പിന്നിലുള്ള താല്പര്യം? മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് കുടുംബജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്കക്കാർക്ക് ശരിക്ക് പഠിപ്പിച്ചതാണ്. ആ ജീവിതം കണ്ട് പഠിച്ചവരാണ് മക്കക്കാർ. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രവുമായി കയറിപ്പോയി. മുകളിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും കൂടെ കഴിക്കുന്നു. കാരണം വീട്ടിൽ വെച്ച് ഒറ്റക്ക് കഴിയുമ്പോൾ ഒരു ഏകാന്തത. കാരണം ഇന്നലെ വരെ ഇവിടെ കഴിക്കാൻ കൂടെ ആളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർ ഹിറായിലാണ്, ഹിറാ ഗുഹയിലാണ് കുറഞ്ഞ ദിവസങ്ങൾ അവിടെ താമസിച്ചു. 1 മാസവും ചില്ലറയും എന്ന റിപ്പോർട്ടിൽ കാണാം. ഇബ്നു ഇസ്ഹാഖിന്റെ റിപ്പോർട്ടിൽ 1 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സാകുന്ന സമയത്ത് 1 മാസമാണ് അവിടെ കഴിഞ്ഞതെന്ന് കാണാം. ഇരിക്കട്ടെ, അത്രയും സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഖദീജ റളിയല്ലാഹു അൻഹ കയറി പോകുമ്പോ ഖദീജ ബീവിന്റെ വയസ്സ് എത്രയെന്നറിയോ? 55. ആ ഒരു സ്നേഹത്തിന് അല്ലാഹു തആല തുല്യതയില്ലാത്ത പ്രതിഫലം നൽകി. അത് പഠിപ്പിച്ചു സഹോദരിമാരെ. ആ ഒരു സ്നേഹമാണ് വലിയ ഈമാൻ. ഏതൊരു പെണ്ണും ഈമാനികമായി ഉയരണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കണം. അതോടൊപ്പം പിന്നൊരു ഹക്ക് എന്താ ഉള്ളത്? അവരവരുടെ ഇണകളോടുള്ള ഹക്കാണ്, അവകാശം, അവരുടെ തൃപ്തി, അവരെ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഏത് കോലത്തിലാണെങ്കിലും സ്നേഹിക്കാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കും ചിലര്. ഭർത്താവിന് ഏത് കോലത്തിലാലും വേണ്ടില്ല, ഒക്കെ മതി. ശാരീരിക പിന്നെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാനും കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഒരു വീടുണ്ട്. അങ്ങനല്ല. ഭർത്താവ് കുറച്ച് കുഴപ്പമുള്ള മോശമുള്ള ആളാണെങ്കിൽ
സ്നേഹത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ അത് മാറ്റിയെടുക്കാനുള്ള കഴിവും കൂടിയും ഉമ്മമാരുണ്ടാക്കിയെടുക്കും. കഴിയും. സ്നേഹത്തിലൂടെയുള്ള ആവശ്യങ്ങളൊക്കെ സാധിപ്പിക്കുന്നത്. എനിക്ക് മറ്റന്നാൾ ഇങ്ങനൊന്നും ആവശ്യം ഉണ്ടായിരുന്നു, അടുത്ത ആഴ്ച അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ പറയുന്ന അതേ രൂപത്തിൽ തന്നെ, അതേ നേരത്ത് തന്നെ ഈ പോരായ്മകളൊക്കെ നല്ല ചക്കര വാക്കിലൂടെ പറഞ്ഞാലും മാറ്റാൻ കഴിയും. അതിനൊരു കഴിവ് ഇണകളിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ ഉപയോഗപ്പെടുത്തുന്നില്ല മാത്രം. ഉപയോഗപ്പെടുത്തുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതിനെത്രയും തവാളോടെ പറയും, ഇങ്ങനെ അടുത്ത ആഴ്ച ഇങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു, നമ്മളൊരു 5000 റുപ്യ തരണം, അങ്ങനല്ല ഒക്കെ പറയും. അതേ സമയത്ത് ആ ആളിലുള്ള ഏതെങ്കിലും ഒരു വീക്ക്നെസ്, എന്തെങ്കിലും ഒരു ഫർള് ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമ് കൂടി വരെ ചെയ്യുന്നത് സ്നേഹത്തോടെ തന്നെ ഉപദേശിച്ച് മാറ്റിയെടുക്കണം. അതിനുള്ളൊരു കഴിവ് രണ്ടുമുണ്ട്. ഭർത്താവിനും ഭാര്യക്കും ഇണകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇണകളിൽ അല്ലാഹു തആല പടച്ചു വെച്ച ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണ്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അല്ലാഹു മനുഷ്യരിൽ നൽകുന്ന ഒരു ദൃഷ്ടാന്തമാണ്, ഒരു അടയാളമാണ്. ഇണകളായിത്തീരുമ്പോൾ നേരത്തെ ഇല്ലാത്ത ഒരു സ്നേഹം, നേരത്തെ ഇല്ലാത്തൊരു അനുഗ്രഹം, ഒരു കാരുണ്യം ഒക്കെ ഉണ്ടായിത്തീരുന്നു. ആ കാരുണ്യവും സ്നേഹവും നന്മക്കുള്ള കാരണമാകണം. അതങ്ങനെ തന്നെ ഉപദേശിച്ചു കൊടുക്കണം, എന്നാലേ കഴിയുള്ളൂ. ആ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈമാൻ തുല്യതയില്ലാത്ത ഈമാനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയെ അതൊരു പ്രായം ചെന്ന പെണ്ണല്ലേ എന്ന് ഒരു ദിവസം പറഞ്ഞു. ഹൽക്കാനത്തില്ല അജൂസൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കങ്ങോട്ട് കേട്ടപ്പോഴേ, ഹൽക്കാനത്തി ഇല്ല അജൂസ് എന്നുള്ള വാക്കാണ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേൾക്കണോ, നിങ്ങളിപ്പോ പറഞ്ഞ ഒരു പ്രായമുള്ള പെണ്ണല്ലേ, കല്യാണം കഴിക്കുമ്പോ തന്നെ 40 എന്നല്ലേ പറഞ്ഞത്. എന്നാ ഒരു കാര്യം പറഞ്ഞുതരാം. ഖദീജ ബീവിന്റെ മഹത്വങ്ങളാണ് പിന്നെ എങ്ങനെ എണ്ണുന്നത്. ആമനത്തു ബി ഇത് കഫറനിന്നാസ് വസദ്ദഖതിനി ഇത് കദബനിന്നാസ് വവാസതിനി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഒരു സേവനം നിങ്ങളിൽ ആരും ചെയ്തിട്ടില്ല. ജനങ്ങൾ മൊത്തം നിഷേധിച്ച് തള്ളിയ ഘട്ടത്തിൽ എന്നെ ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ജനങ്ങൾ ഞാൻ പറയുന്ന ചില വാക്കുകളിലൊക്കെ സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു ചെറിയ സംശയത്തിന്റെ ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാതെ എന്നെ അംഗീകരിച്ചു, എന്നെ വാസ്തവമാക്കി. ആളുകൾ എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ഇഷ്ടം പോലെ സമ്പത്ത് തന്ന് എന്നോട് സഹകരിച്ചു. അങ്ങനെ അങ്ങോട്ട് വിശദീകരിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നെ ഞാനൊന്നും പറയലില്ല. പിന്നെ എല്ലാ ആഴ്ച വന്ന് മധു പറയുമ്പോ ഞാൻ ഇങ്ങനെ കേൾക്കലാണ്. പറയുമ്പോ അങ്ങനെ കേട്ടു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാത്ത ഒരൊറ്റ സന്ദർഭം ഉണ്ടാകൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, കാരണം ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനം ഒന്ന് വേറെയാണ്. സഹോദരന്മാരെ, പിൽക്കാലത്ത് അടുത്ത തലമുറ നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മളെ 2 രൂപത്തിൽ പക്ഷെ ആൾക്കാർ ഓർത്തുന്നു വരും. പക്ഷെ അതിന് നല്ല ഓർമ്മക്കാണ് കൂടുതൽ സ്ഥാനം ഉണ്ടാകുക. അതിനെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഴിവിന്റെ പരമാവധി യത്നിക്കണം, പ്രവർത്തിക്കണം, ചെലവഴിക്കണം. എന്നാലേ നടക്കുള്ളൂ. അങ്ങനെ ചെലവ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഓർക്കും. ഇപ്പൊ CM മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ പേരിലല്ലേ ഈ പള്ളി അല്ലേ? ദർസ്. ദർസ്, മാഷാ അല്ലാഹ്, ദർസ്. എത്ര സ്ഥലങ്ങളിലാണ് ദർസ്, എത്ര സ്ഥലങ്ങളിലാണ് സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അടക്കല്ലേ, തോണികളില്ലേ, ബോട്ടുകളില്ലേ, പള്ളികളില്ലേ, എത്ര പള്ളികൾ. ദ്വീപിലൊക്കെ പോയപ്പോണ്ട് അവിടെ ഒരു പള്ളി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേതാ പള്ളി, അത് CM പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ അവിടെയൊക്കെ തറവാടിന്റെ പേരിലും ചില പള്ളികൾ ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ. അപ്പൊ ഞാൻ വെച്ചത് നമ്മളെ മടവൂർ ശൈഖുനാന്റെ അതന്നെ ഉസ്താദ്, ഇവിടെ ഉറൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഷവ്വാൽ അവിടെ ഉറൂസുണ്ട്, CM മസ്ജിദ് അവിടെയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും. എന്താ അതിന്റെ കാരണം? മഹാനുഭാവൻ ജീവിച്ച ആ 63 വയസ്സിൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാര്യമായി കരുത്തേകിയത് പരിശുദ്ധമായ ദീനിനാണ്. ഉലമായിനെ സഹായിച്ചു, അവരെ വളർത്തിക്കൊണ്ടുവന്നു.
നാട്ടിലുള്ള ആളുകൾക്ക് ധൈര്യം നൽകി, ദീനിൽ പ്രവർത്തിക്കാൻ നല്ല കഴിവ് നൽകി. പഠിക്കാൻ പോകുന്ന മുത്താലിമുകൾ പഠനത്തിൽ പേടിച്ചപ്പോ അവർക്കതിന് നല്ല ഒത്താശ ചെയ്തു കൊടുത്തു, നല്ല വാക്ക് കൊടുത്തു, ദ്വാരന്ന് കൊടുത്തു, മനസ്സിനെ സമാധാനിപ്പിച്ചു. പ്രശ്നങ്ങളുമായി വരുന്ന ആളുകൾക്ക് മുഴുവനും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. അല്ലേ? നമ്മളിപ്പോ ഒരാൾക്ക് പോയിട്ട് നമ്മക്ക് അയാളെ വാക്കുകൊണ്ടൊരു വലിയ റാഹത്ത് കിട്ടിയാൽ നമ്മളെ ജീവിതത്തിൽ അത്ര വലിയ വേറൊന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, മനുഷ്യന്മാരെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമൽ ഏതാണ്? മറ്റുള്ളവരെ മനസ്സിൽ സന്തോഷം നൽകാനുള്ള അമല്, മറ്റൊരാളെ മനസ്സിൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന പ്രവർത്തനം, അതാണ് ഏറ്റവും നല്ല അമല്. അതാണ് ഇവിടെ ഔലിയാക്കളൊക്കെ നിർവഹിച്ച നിർവഹണതാണ്. സാധുക്കളെ സഹായിച്ചു, അവരെ സേവിച്ചു, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു. അതേ കാലത്ത് അങ്ങനെയാണ്. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹുവിന്റെ പ്രവർത്തനത്തിൽ ഇൽമും തദ്രീസും ഒക്കെ ഉണ്ടെങ്കിലും മികവുറ്റു നിന്ന പ്രവർത്തനം ഏതാ? അതും പഠിക്കണല്ലോ നമ്മൾ. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു 50 കൊല്ലം ദർസ് നടത്തി, 40 കൊല്ലാണ് ദീനീ ദഅവ രംഗത്ത് മികച്ചു നിന്നത്. 40 വഅള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. 40 കൊല്ലം വഅള് പറഞ്ഞ ജനങ്ങളെ സമുദ്ധരിച്ചു. പക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തി. അതിൽ അന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായ, ഇന്നും അതിന്റെ ആവശ്യമുണ്ട്, റിലീഫ് പ്രവർത്തനം നടത്തല്ലേ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഭക്ഷണം കൊടുത്തിരുന്ന മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അരിയല്ല, വേവിച്ച് കൂട്ടാനൊക്കെ കൂട്ടിയിട്ടാ കൊടുക്കുന്നത്. അതിന് തന്നെ 2-3 ഖാദിമീങ്ങൾ മഹാനവറുടെ സമീപത്തുണ്ടായിരുന്നു. അവർക്ക് കൂലി എന്താ? കൂലിയൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ സ്വർണം വെള്ളിയൊക്കെ ആരെങ്കിലും നേർച്ച കൊണ്ടുവരുമ്പോ ഒരാൾക്ക് കൊടുക്കും, പിന്നെ മറ്റേ കൊടുക്കും. ആ കൊടുത്ത അയാൾക്ക് അവർക്ക് മതിയാകും, അവർ കൊടുക്കും. അതന്നെ പോലെ പൊരുത്തപ്പെട്ട് സ്വീകരിക്കും. അതിനായിട്ട് ആളുണ്ടായിരുന്നു. റൊട്ടി ചുടാൻ ഒരാള്, അതിന് കൂട്ടാണ്ടാക്കാൻ വേറൊരാള്, കറി ഉണ്ടാക്കാൻ ഒരാള്. ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും പോയി വിവരം അറിയിക്കും. മിസ്കീന്മാരായ ആളുകൾ വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകും. നോക്ക് നിങ്ങൾ, ജനങ്ങളോടൊരു സ്നേഹമാണ്. ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന, അവരുടെ പ്രവർത്തനം ജീവിച്ചിരിക്കുന്ന, ഇന്നും അവരെ പാതകൾ പിൻപറ്റിയിട്ട് അവരുടെ പേരിൽ കുത്തുബിയത്തും കാര്യങ്ങളൊക്കെ സജീവമാകുന്നതിന്റെ പിന്നിൽ എന്താ കാര്യം? ദീനിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനം. അല്ലാതെ ആരാ സഹോദരങ്ങളെ ഈ രൂപത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലാഹു തആലയല്ലേ ജനങ്ങളെ മനസ്സിലറിയിച്ചത്? നമ്മളാരോ ഷെയ്ഖ് ജീലാനെ കണ്ടിട്ടുണ്ടോ? മഹാനവറുകൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? ഹിജ്റ 470-71. രണ്ടഭിപ്രായം കാണാം. അവിടെയല്ലേ മഹാനവറുകൾ ജനിക്കുന്നത്? വർഷങ്ങൾ എത്ര കഴിഞ്ഞു പോയി കൂട്ടി നോക്ക്. പക്ഷെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനമനസ്സുകളിൽ നിന്ന് വിടാതെ സ്ഥാനം പിടിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ദീനിന് വേണ്ടി വിവിധ രൂപത്തിലുള്ള സേവനങ്ങൾ ചെയ്തു. ഒരാള് ടെൻഷൻ അടിച്ചു വന്നാലേ, നമ്മളെ ലക്ഷ്യം വെച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയങ്ങള്? നമ്മൾ അങ്ങോട്ടും നോക്കും, പഠിച്ചോനെ അയാൾ ഇങ്ങോട്ട് തന്നെ വരുന്നേ, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെന്നാണ്. അയാളൊന്ന് വന്നോട്ടെ, പ്രശ്നങ്ങളൊന്ന് കേൾക്കണല്ലോ. എന്താ വിഷമം കേട്ട് ഒന്ന് ദ്വാരന്നെങ്കിലും കൊടുക്കാലോ. ഇനി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വാക്കുണ്ടെങ്കിലും സന്തോഷിപ്പിക്കാലോ. ഏതെങ്കിലും ഒരു സാധു സങ്കടപ്പെടുന്നത് കണ്ടാൽ വിളിച്ച് അന്വേഷിക്കുന്ന പതിവാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ വരുന്നു, എന്തോ ഒരു സങ്കടമുണ്ട് മുഖത്ത്, വല്ലാത്ത സങ്കടം, മുഖത്ത് വിഷമങ്ങനെ തളം കെട്ടിയിട്ടുണ്ട്. വിളിച്ചു, എന്തേ സുഹൃത്തെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നുമല്ല ഉസ്താദേ, ഞാനിന്ന് കപ്പൽ കയറാൻ വേണ്ടി പോയി, പക്ഷേ എന്റെ ചേലും കോലൊക്കെ കണ്ട കപ്പിത്താന് വേഗം കപ്പൽ വിട്ടുപോയി. ഞാൻ കപ്പിത്താനൊന്നും എന്റെ കയ്യിൽ കാശുണ്ടാവില്ല, സത്യത്തിന്റെ കയ്യിൽ കാശുമില്ല. അപ്പൊ ആരെങ്കിലൊക്കെ ഒരു സൗജന്യയാത്രക്ക് എന്നെ കുട്ടിയാലോ നിർത്തിയിട്ട് ഞാൻ ചെന്നത്, എന്നെ കണ്ട പാടെ ഒരു കപ്പൽ വിട്ടുപോയി. അല്ലാഹ് അത് കേട്ടപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. ഒരു ഫക്കീർ ആയതുകൊണ്ടാണല്ലോ കപ്പിത്താൻ ഇങ്ങനെ പോയത്. അതുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കി, പരിഹാരം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കഴിഞ്ഞാല് ദീനാറുകളായിട്ട് ഒരാൾ വരും, എനിക്ക് തരാനുള്ളതാണ്, നേർച്ചയാക്കിയതാണ്. ആ വരുന്ന ദീനാറക്കങ്ങൾ വാങ്ങിക്കൊള്ളു. വാങ്ങിയിട്ട് അതൊക്കെ കപ്പിത്താന് കൊണ്ടുപോയി കൊടുക്കണം. ദീനാറുകളൊക്കെ കൊടുത്തിട്ട് പറയണം, ഇതൊരു അഡ്വാൻസ് ആണ്, ഇനി ഒറ്റ ഫക്കീർ വന്നാലും മടക്കി വിടാൻ പാടില്ല. അതിന് അഡ്വാൻസ് അല്ല. ഈ ദീനാറൊക്കെ എന്തിനാ ചെലവ്?
ചെലവിന് അന്ന് 2 ദിനാറ് 3 ദിനാറൊക്കെ മതി. പക്ഷെ ഇപ്പോൾ ഈ ഇതൊന്നായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഇനി ഏത് ഫക്കീർ വന്നാലും കപ്പലിൽ കയറ്റിക്കൊള്ളണം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാത്തു നിന്നപ്പോൾ ഒരാൾ വന്നു. നിങ്ങളെടുത്താണോ ഷേഖ് ജീലാനിക്കുള്ള ദീനാറുള്ളത്, നേർച്ചയാക്കിയ ദീനാർ? അത് എൻ്റെ അടുത്തുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം കൊടുത്തു. അപ്പൊ ഈ ദീനാറുകളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാളെ മനസ്സിലൊരു വിഷമം ഇങ്ങനെ. അതും ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുഖം നോക്കിയിട്ട് മനസ്സ് നോക്കിയിട്ട് വായിച്ചു. എന്താ മനസ്സിലെ വിഷമം എന്നറിയോ? ഇത് ഫുള്ള് കപ്പിത്താനുള്ളതല്ലേ, എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഇത് ഫുള്ള് കപ്പിത്താന് കൊടുക്കാനല്ലേ പറയും, എനിക്ക് പോക്കറ്റൊക്കെ ഒന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ മനസ്സിൽ വിഷമം വന്നപ്പോ തിരിച്ചു വിളിച്ചു, വരീന്ന് പറഞ്ഞു. നമ്മളെ മനസ്സിൽ ഇനിയും വിഷമം മാറിയിട്ടില്ലല്ലേ? ഇല്ല ഉസ്താദേ എന്ന് പറഞ്ഞു. വിഷമം മാറിയിട്ടില്ല തന്നെ പറഞ്ഞു. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള വിഷമല്ലേ ഉള്ളത്? കുപ്പായം കണ്ട് അരിച്ചു, മഹാനവറുകൾ ധരിച്ച കുപ്പായ അയച്ചിട്ട് പറഞ്ഞു കൊണ്ടേ വിറ്റു, കിട്ടുന്നത് നിങ്ങൾക്ക്. കണ്ടോ അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഔലിയാക്കളുടെ പ്രവർത്തനം എങ്ങനെ. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രയാസപ്പെട്ട് വരുന്ന ഒരാൾ വന്നിട്ട് സങ്കടം പറയുമ്പോൾ അവർക്ക് സന്തോഷത്തിന് വകുപ്പുണ്ടായി കൊടുക്കും, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ പരിഹാരം കേട്ട് നിറഞ്ഞ മനസ്സോടെ ഹംദും ചൊല്ലി ആളുകൾ പോകുന്നു. എത്രായിരം ആളുകൾക്ക് അങ്ങനെ പരിഹാരം കിട്ടിയത്. ഇപ്പൊ ഹയാത്തിൽ എത്ര ആൾക്കാരുടെ മുഖത്തായി പോയി എത്ര ഉണ്ട്? ഇപ്പൊ ഉള്ളവർ തന്നെ അനുഭവം പറഞ്ഞ അത്ര പേരുണ്ട്. സീരിയസ് ആയ പ്രശ്നങ്ങളിൽ അത് നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ട ഒന്നാണ്. ഞാൻ ഷെയ്ഖുനാന്റെ ഉറൂസിനോട് ബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നമ്മളെ മുന്നിൽ പാവപ്പെട്ടവൻ എത്തിയാൽ നമ്മൾ വലത്തും എടുത്തും നോക്കുന്ന സ്വഭാവം മാറ്റണം. നമ്മളെ ലക്ഷ്യം വെച്ചിട്ടല്ല ആള് വരുന്നെങ്കിലും എന്തോന്നുണ്ടല്ലോ. ഈ ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരവും ഒരു സമാധാനവും കൊടുക്കൽ ആരുടെ സ്വഭാവ? അത് സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. മദീനയിൽ പോയാൽ നമുക്കൊന്നും അനുഭവിക്കാം. നമ്മുടെ ഒരു ബേജാറോട് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അറബി അല്ലെങ്കിൽ ഒരു അജമി വന്ന് തട്ടിയിട്ട് വയ്ക്കും, എന്താ വിഷമം, എന്താ പ്രശ്നം, ഭക്ഷണം കഴിച്ചു? അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളെ വിഷമാവസ്ഥ എന്തോ ഉണ്ടോ എന്ന് അന്വേഷിക്കാണ് അവര്. ഒരു സ്നേഹത്തിന്റെ സ്വഭാവം ഔലിയാക്കളിലൊക്കെ വലിയ രൂപത്തിൽ രൂപപ്പെട്ടു എന്നതിന് പാവങ്ങളോട് വലിയ ഇഷ്ടമാണ്, അനുകമ്പയാണ്. പക്ഷേ അവരെ ഈമാനും കൂടി നമ്മൾ പഠിക്കണം. മഹാന്മാർക്ക് ഏറ്റവും വലുത്, ഔലിയാക്കൾക്ക് ഏറ്റവും വലുത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ അള്ളാഹു പരിചയപ്പെടുത്തിയത് തികഞ്ഞ ഈമാനുള്ളവരാണ് അവർ. ഈമാൻ ഉണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഇൽമല്ലേ ഈമാൻ അടിസ്ഥാനം. ഇൽമ നല്ലോണം സ്വീകരിച്ചിട്ടുണ്ട് മഹാനവറുകൾ, നല്ലോണം ഇൽമു പഠിച്ചിട്ടുണ്ട്, അധ്വാനിച്ച് ഇൽമു പഠിച്ചു. ആ ഇൽമില് തഹ്സീൽ നേടി പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചു. പഴയകാലത്ത് നമ്മുടെ കേരളത്തിലുള്ള വലിയ വലിയ അഗ്രേസരായ പണ്ഡിതന്മാര് ഫാരിഗായ ബിരുദമെടുത്ത് വന്ന ബാക്കിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത് തദ്രീസിന്റെ മേഖലയിൽ പ്രവേശിച്ചു. ഒരുപാട് ആളുകൾക്ക് ദർസ് ഓതി കൊടുത്തു. പിന്നെയും മഹാനവറുകൾ ഹദ്റത്തിൽ വരുന്ന ആളുകൾക്ക് ഓതി കൊടുക്കുന്ന ദർസ് തന്നെയാണ്, ഉപദേശമാണ്, നസീഹത്താണ്, ദീനുള്ള സഹായമാണ്. പല ഭാഗങ്ങളിലും പരിശുദ്ധമായ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ചില നാടുകളിലൊക്കെ മഹാനവറുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പരിപാലിക്കപ്പെടാത്ത രീതിയിൽ കാണുന്ന നല്ല നല്ല മഖ്ബറകൾ, വലിയ മഖ്ബറകൾ, ആ മഖ്ബറകളിൽ കിടക്കുന്ന മഹാന്മാരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ഉണർത്തി കൊടുക്കും. അതിനു മാത്രമുള്ള ഇൽമു അല്ലാഹു തആല അവർക്ക് നൽകി. അവരുടെ കഠിനാധ്വാനത്തിലും സുഹൃദിലും ഇബാദത്തിലും കാര്യങ്ങളിലൊക്കെ മുന്നേറിയപ്പോൾ അല്ലാഹു തആല നൽകിയ വലിയ ബഹുമാനമാണ്. അപ്പൊ ഇൽമുള്ള മഹാന്മാരെ വളർത്തി ഉയർത്തി കൊണ്ടുവരുന്നതിൽ കഠിനാധ്വാനം ചെയ്തപ്പോൾ അവരുടെ പേരും പെരുമയും അല്ലാഹു തആല നിലനിർത്തി. നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളിൽ ചുരുക്കം ചില ആളുകളെ മാത്രമേ ദീനീ രംഗത്ത് ആലിമീങ്ങളല്ലാത്ത സഹകാരികളായി നിൽക്കുന്ന ആൾക്കാരെ, കുറഞ്ഞ ആൾക്കാരെ മാത്രമേ ജനങ്ങൾ സ്മരിക്കുന്നുള്ളൂ. അവരത്രത്തോളം ദീനിനെ സഹായിച്ചത് കൊണ്ടും സേവിച്ചത് കൊണ്ടുമാണ്. എത്ര ആൾക്കാർ വഫാത്തായി പോയിട്ടുണ്ട്? 1-2 ആൾക്കാരാ, 1-2 ലക്ഷം ആൾക്കാരാ. പക്ഷെ ഇപ്പോഴും ഓർക്കപ്പെടുന്ന, ഓരോ വർഷവും ആവർത്തിച്ച് കാണാത്തവരും കണ്ടവരും ഓർക്കുന്ന ചില്ലറ വ്യക്തിത്വങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട്.
അപ്പൊ ദീനിന് വേണ്ടി കരുത്ത് നൽകിയപ്പോൾ അല്ലാഹു തആല അവരുടെ പേരും പെരുമയും ലോകത്ത് നിലനിർത്തി, ബഹുമാനങ്ങൾ നിലനിർത്തി. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നല്ലോണം യത്നിക്കണം. ഈമാന് മുഖ്യമാണ്. ഔലിയാക്കൾ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഈമാന്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുള്ള ഏറ്റവും വലിയ ബഹുമാനം അവരുടെ ഈമാന് വല്ലാത്തൊരു ഈമാനാണ്, കറകളഞ്ഞ ഈമാനാണ്. ഇന്ന് ആളുകൾക്ക് സംശയങ്ങൾ, സന്ദേഹങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയകൾ മുഴുവൻ. തീരെ ഇൽമില്ലാത്ത ആളുകൾക്ക് അവർക്ക് സംശയം കൂടുതലാണ്. ആ സംശയത്തിന്റെ പേരിൽ രക്ഷപ്പെടാൻ നല്ല അറിവ് പഠിക്കാനുള്ള മേഖലകൾ ധാരാളം ഉണ്ട്. പക്ഷെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. ഇവിടൊക്കെ നോക്കി നിങ്ങൾ, ഇവിടെ നാട്ടുകുട്ടിയൊക്കെ ദർശുണ്ടാ? ഇവിടെ ഉണ്ടാ? എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പദ്ധതിയിൽ ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് കാര്യമല്ല, പദ്ധതി അങ്ങനെ വലുതുണ്ടാവും. ഈ മുത്താലിമ്യങ്ങളെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് കുട്ടികൾ, അതല്ല, SSLC കഴിഞ്ഞ എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ? +2 കഴിഞ്ഞ് ഒരമണിക്കൂർ അവർക്ക് എന്തെങ്കിലും ഒന്ന് ഇൽമൊന്ന് ഓതി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും രക്ഷിതാക്കൾ വിടൂല. അതേ സമയത്ത് നിങ്ങൾ നോക്കി, എടവണ്ണപ്പാറ അങ്ങാടിയിൽ നിന്നൊരു പരസ്യം ഇവിടെ വന്ന് പള്ളിൻ്റെ മുറ്റത്തോ മറ്റൊരു പരസ്യം വന്ന് പരസ്യമേറ്റർ വന്ന് വീണു. കുട്ടികൾക്ക് ഇതാ ഏറ്റവും ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ രാവിലെ മുതൽ സുബഹി മുതൽ വൈകുന്നേരം 12 മണി വരെ നീളുന്ന ട്യൂഷൻ. ഞാൻ പറഞ്ഞേക്കും, ആ ട്യൂഷനും ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ വീട്ടിലെത്തിയപ്പോൾ മോനെ നിസ്കരിച്ചോ? നിസ്കാരം ഞാൻ ഒന്നായിട്ട് പറയും നിസ്കരിച്ചാന്നാ കരുതിയത്. എന്തിനാ പോയത്? ഇത്രയും മണിക്കൂർ ആള് ചെലവഴിച്ചത് എന്തിനാ? അതിനാണ് ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യം. ഇവിടെ ദർശനുണ്ടോ? നാട്ടുകുട്ടിയൊക്കെ ദർശനുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും വല്ലതും ഉണ്ടോ? പിന്നെ ആരും വരാത്ത നിങ്ങൾക്ക് ആധാറുണ്ട്. ഇവിടെ അല്ലേ +2 കഴിഞ്ഞ കുട്ടികളിൽ ഇവിടെ അല്ലേ? അല്ല, ഇവിടെ ആരും +2 ചെയ്തൊന്നുമില്ലേ? SSLC +2 കഴിഞ്ഞ കുട്ടികളല്ലേ? ഒരമണിക്കൂർ ഒന്ന് ഓതണം. ഒന്നും അറിയില്ല സഹോദരങ്ങളെ, ഒന്നും അറിയില്ല. ഞാൻ സങ്കടം കൊണ്ട് പറയാം, ഒന്നും അറിയില്ല. നിങ്ങൾ ഓരോ നിസ്കരിക്കുമ്പോൾ ഒന്ന് ചുണ്ടിലേക്ക് നോക്കേണ്ടി, എന്താ ചെല്ലും? ഒന്നും ചെല്ലില്ല. എല്ലാവരും നിൽക്കുമ്പോൾ ഓരും നിൽക്കും, എല്ലാവരും പോകുമ്പോൾ ഓരും പോകും. കാര്യമായിട്ട് എന്തറിയും? ഒരു ഫാത്തിഹ അറിയും, അതറിയും. ബാക്കിയുള്ളൊന്നും ഇപ്പൊ ചോദിച്ചണ്ട. ചോദിച്ചാ മയ്യത്ത് നിസ്കരിക്കാനേ ഈ അടുത്തൊരു വാപ്പ മരിച്ചപ്പോ +2 ഒക്കെ പഠിച്ചു, ഡിഗ്രി ഒക്കെ പഠിച്ചു, ബുദ്ധിയുള്ള കുട്ടിയാ. ബുദ്ധിയില്ലാത്ത കുട്ടികളെ പിന്നെ അതിൽ പോയി പഠിക്കൂലല്ലോ, മാർക്കൊക്കെ ഉള്ള കുട്ടിയാണ്. വാപ്പാനെ മയ്യത്ത് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, ഞാൻ ഇപ്പം നിസ്കരിച്ചാലും ശരിയാവില്ല ഉസ്താദേ, നിങ്ങൾ നിസ്കരിച്ചോ. എനിക്കിപ്പോൾ അതിൻ്റെ ദുആ കാര്യമായിട്ടൊന്നും അറിയില്ല. ഉണ്ടാ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ദുആ. പിന്നെ ഏത് ദുആ നമ്മൾ പഠിക്കണം? പിന്നെ നമ്മൾ ആർക്കാ ഈ ചോറും ചാറും കൊടുത്ത് വളർത്തുന്നത്? പിന്നെ തലക്കാമ്പുറത്ത് വന്ന് ദ്വാരക്കാൻ ആരുണ്ടാവുന്ന കരുതുന്നത്? ആരെ നിസ്കാരം കണ്ടും നോമ്പും കണ്ടും സന്തോഷിച്ച് കിടക്കാൻ നമ്മൾ കരുതുന്നത്? നമ്മുടെ മക്കൾ ദീനീയായ നിലക്ക് നല്ലോണം വളരണം, പഠിക്കണം. ഒരമണിക്കൂർ ഒരു മസാല പഠിക്കാൻ അരമണിക്കൂർ മതി. 2-3 മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ എപ്പോഴാ ഉപയോഗിച്ചോ? ഇപ്പോൾ രാവിലെ വൈകുന്നേരം. അങ്ങനല്ലേ മദീനത്തെ പള്ളിയിൽ അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ ഓതിയിരുന്നത്? സ്ഥിരമായിട്ട് ആ പള്ളിയിൽ ഓതി പഠിച്ചൊരു വിഭാഗം. അവരുതാണ് ആ തിണ്ണ, മദീനത്തെ പള്ളിയിൽ കാണുന്ന തിണ്ണ. സുബൈന്റെ സമയത്ത് എല്ലാ സുബൈക്കും മദീനത്തെ പള്ളിയിലെ ജമാഅത്തിനെത്തി 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ 1.5 മണിക്കൂർ സമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന, ഇൽമു സ്വീകരിക്കുന്ന കുറെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ, കച്ചവടക്കാര്, കർഷകര് പലരും ഉണ്ട്. എന്നാലും ഇൽമു പഠിക്കാൻ നിട്ടില്ല. നമ്മൾ ഇൽമു പഠിക്കണം. ഞാൻ ആൾക്കാർ ചോദ്യം എന്താ അറിയാം, ഉസ്താദ് അതൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ് മദ്രസയിൽ തന്നെ കാര്യമായിട്ട് ഫുള്ള് പഠിച്ചു വരുന്നില്ലേ? ഉണ്ടാ 8ാം ക്ലാസ്സിൽ എത്തിയാലും നമ്മൾ ആൾക്കാർ തുടങ്ങും ഒരു മിമിക്രി. പിന്നെ ഇപ്പൊ അത് 8ആണ്, അടുത്തൊല്ലം 9, പിറ്റത്തൊല്ലം SLC ആണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്തോ, തൽക്കാലം ഇപ്പം നിർത്തിയാളാം. ഒരു വിഭാഗം നിർത്താൻ, മദ്രസ നിർത്താൻ നിർത്തിയാളാം.
വേറൊരു വിഭാഗം എന്താ പറഞ്ഞാലോ, അവിടെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയിട്ട്, ഞാൻ ചിലപ്പോൾ കമ്മിറ്റിക്കാരെ ചീത്തറല്ലേ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ചിലപ്പോൾ പറയും, എനിക്കതിൻ്റെ വിഷമമില്ല. ചിലപ്പോൾ ഒരു തീരുമാനിക്കുന്നത് 8, 9, 10 ക്ലാസ്സുകൾ മണിക്കൂർ മതി. എന്തിനറിയോ? ഹാജറിടാൻ. എല്ലാ മണിക്കൂർ കൊണ്ട് എന്ത് പഠിപ്പിക്കാനാ? യുസന്നൂന്നോ, യുസന്നുൽ ഖുസ്ലു ലി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും കുളി സുന്നത്താണെന്ന്, അതാ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോ തന്നെ പറയണം, ഉസ്താദെ ഇപ്പൊ സമയം 7:15, 7:40 പോണം, 8 മണിക്ക് ട്യൂഷൻ ഉണ്ട്, 9:25 സ്കൂളിലെത്താം, അതിനാവുമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. നമ്മുടെ മതവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശോചനീയാവസ്ഥ ഈ തലങ്ങളിലാണ്. അത് മാറ്റണമെന്ന് ഞാൻ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാൻ കാരണം, ഭാവിയിൽ മക്കളെ സ്വാലിഹായ അമല് കണ്ട് സന്തോഷിക്കാൻ ഒരു പൂതി ഉണ്ടെങ്കിൽ, ഈമാനികമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ലോണം അവർക്ക് പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. ഫുൾ ടൈം പഠിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാ ഭാഗികമായിട്ട് കുറച്ചെങ്കിലും നമ്മൾ പഠിപ്പിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണ്. ഈ മുത്താലിമ്യങ്ങൾ നാട്ടുകാരില്ലേ ഇവിടെ? എത്ര ആൾക്കാർ നാട്ടിലുണ്ട്? 4-5 ആൾ. ബാക്കിയൊക്കെ പുറത്തുള്ളതാണ് അല്ലേ? ഞാൻ ഇവരുദ്ദേശമല്ല, ഇവർ സദാസമയത്ത് ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവരുദ്ദേശമല്ല ഞാൻ പറഞ്ഞു. അല്ലാത്ത നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ, ചെറുപ്പക്കാർ തന്നെ പഠിക്കണം. ഇത്രയും വലിയ സൗകര്യമുള്ള പള്ളിയും ഈ സംവിധാനങ്ങളൊക്കെ അല്ലാഹുവിന്റെ നമ്മൾ ഉപയോഗപ്പെടുത്തില്ല, പിന്നെന്താ? ഉസ്താദിനെ ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ, എന്തെങ്കിലും 2-3 മസാല, നേർക്കുനേരെ നജസ് വൃത്തിയാക്കാൻ അറിയണ്ടേ, കുളിക്കാനും ഉളു എടുക്കാനൊക്കെ. ഇപ്പോഴും അതിന്റെ അപാകതകൾ നീങ്ങണ്ടേ, നിസ്കാരം നല്ലോണം പഠിക്കണ്ടേ, കാര്യങ്ങളൊക്കെ പഠിക്കണം, നേരെ ചൊവ്വേ പഠിക്കണം. വെള്ളിയാഴ്ച കുളിച്ചില്ലെന്ന് വെച്ചാൽ ആൾക്കാർ കുളിച്ചല്ലോ, വെള്ളമൊക്കെ ചെലവഴിച്ച് സോപ്പൊക്കെ തേച്ചെല്ലാം കുളിച്ചല്ലോ, കുളി കിട്ടിയോ? കുളി കിട്ടിയല്ലോ. എന്താ കുളി കിട്ടാക്കാൻ? കുളി കിട്ടൂല അധികം ആൾക്കാർക്കും. എന്താ കാരണം? നിയത്ത് വെച്ചില്ലല്ലോ. വെള്ളിയാഴ്ച അങ്ങനെ ഷവർ തുറന്നൊന്ന് നനച്ച് ഒന്ന് തണുത്ത് ഒന്ന് സോപ്പ് വെച്ച് വിയർപ്പൊക്കെ നീക്കിയോണ്ട് പോന്നു. ഇന്ന് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു നിയത്ത് വെച്ച, അങ്ങനെ നിയത്ത് വെക്കണം. കുളിയുടെ ഫർള് 2, 1 നിയത്താണ്. നമ്മൾ പഠിക്കണ്ടേ? ഇങ്ങനെ തന്നെയാണ് ജനാപത്ത് കുളിയെങ്കിൽ പിന്നെ എന്താ നിസ്കാരം ശരിയാകുക? എല്ലാ കുളിക്കും ഫർള് കുളിയാണെങ്കിലും സുന്നത്ത് കുളിയാണെങ്കിലും 2 ഫർളാണുള്ളത്, 1 നിയ്യത്താണ്. നാളെ കുളിക്കാണ് ഒരാൾ, കുളിക്കാണ് ജനാപത്തൊന്നല്ല, അല്ലാത്തൊരു കുളിക്കാണ്, കുളിയായി പരിഗണിക്കണമോ അതിനും വേണം നിയ്യത്ത്. 2ാമത്തെ ഫർള് ശരീരമാസകലം വെള്ളം ഒലിപ്പിക്കണം. ശ്രദ്ധിച്ച് കഴുകേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കഴുകണം, അവിടൊക്കെ വെള്ളം ഒലിപ്പിക്കണം. എന്നാലേ ആ ഫർള് വീടുള്ളൂ. സുന്നത്തായ കുളിയായിട്ട് രേഖപ്പെടുത്തുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച കുളിച്ചു, പക്ഷെ ഇന്ന് നവൈത്ത് ഖുസ്ലുൽ ജുമുഅ വെള്ളിയാഴ്ചന്റെ കുളി കരുതിയെന്ന് ആരും കരുതിയിട്ടില്ല എങ്കിൽ കുളി കിട്ടൂല. വെള്ളം ചെലവായി, തണുപ്പ് കിട്ടി, വിയർപ്പൊക്കെ നീങ്ങി, നല്ലൊരു വാസന കിട്ടി, റെഡിയാ. കുളിയായിട്ട് നമ്മുടെ ആ കർമ്മത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മുഅക്കദായ സുന്നത്തായ കുളിയല്ലേ വെള്ളിയാഴ്ചത്തെ കുളി? മുഅക്കദായ സുന്നത്ത് കുളികളിൽപ്പെട്ടൊരു കുളിയാണല്ലോ. ഈ ഒരു ശ്രേഷ്ഠമായ ഒരു കുളിയുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിക്കണം. എങ്ങനെയാണ് കയ്യിനും കാലിനും പരിക്ക് പറ്റിയാൽ എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ സമയത്തുള്ള നിസ്കാരങ്ങൾ മുടക്കേണ്ടത് അല്ലേ? കുറെ ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് പോയി. എവിടക്കങ്ങൾ പോയത്? ഞങ്ങൾ ഡൽഹി പോയതാ. ഡൽഹിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയത്. അജ്മീറിലൊക്കെ പോയി. എന്നിട്ട് ദർഗ കണ്ടോ, കോട്ട കണ്ടോ, കണ്ടു. ട്രെയിനിൽ നിസ്കാരം, ട്രെയിനിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടൊന്നുമില്ല. ആ യാത്ര മുഴുവനും തെറ്റാണ്. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയാസാണ്. അള്ളാഹു സ്വീകരിക്കൂല, കടുത്ത ശിക്ഷ ശിക്ഷിക്കും. അജ്മീർ പോകുമ്പോൾ നിസ്കാരം തൽക്കാലം വേണ്ടെന്ന് പറയണോ? അറിവിന്റെ ഒരൊറ്റ കുറവ്. ട്രെയിനും നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. എങ്ങനെയാന്നോ ഇപ്പൊ കാണിച്ചു തരാനല്ലോ. പഠിക്കണം, നല്ലോണം പഠിക്കണം.
ഫ്ലൈറ്റ് വിമാനത്തിൽ പോകുന്ന ആൾ നിസ്കരിക്കണ സമയമായാലേ പഠിക്കണതൊക്കെ. കപ്പലിൽ പോകുന്ന ആൾ നിസ്കരിക്കണം. എന്നിട്ട് ഇവല സിയാറത്ത് കഴിഞ്ഞ് ഇവരാണ് 10 ദിവസം വലിയ മനസ്സിലൊക്കെ വലിയ റാഹത്തോട് വരികയാണ്. വലിയ സംഭവം കിട്ടിയ കേട്ടോ. എത്ര സ്ഥലത്ത് ഒന്നും കിട്ടിയില്ല, ഒരു സംഗതിയും കിട്ടിയില്ല. എന്തേ കാരണം? ഒരൊറ്റ വക്ത് നിസ്കാരം പോയി എങ്കിൽ ആ യാത്ര മുഴുവനും പോക്കാം. പഠിക്കണം, നന്നായി പഠിക്കണം അല്ലേ? നാട്ടിൽ നിന്ന് ആളുകള് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കാണാം, സ്കൂൾ ലീവും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഫാമിലി ടൂർ. ഫാമിലി ടൂർ. പെണ്ണുങ്ങളെല്ലാവരും നല്ലോണം വാഹനത്തിൽ കയറ്റി ഒരാൾ നേതൃത്വത്തിൽ കൊണ്ടുപോകണം. എവിടേക്ക്? ഒരുപാട് കാഴ്ച സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു കൂട്ടത്തില്, അപ്പൊ ഈ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിസ്കരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ പെണ്ണ്, അതൊക്കെ ഇപ്പൊ 2 ദിവസം നിസ്കരിച്ചില്ലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ മറുപടി? അപ്പോഴേക്ക് ഊട്ടിയും കൊടൈക്കനാലും ഗുണ്ടൽപേട്ടയും ഒരുപാട് മൈസൂർ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു വന്നു. ഇതെല്ലാം കാഴ്ച സ്ഥലങ്ങളുണ്ട്. എത്ര കാശായത്? ആശുപത്രി തുറന്നായില്ല. 3000, 4000, 5000 ഒക്കെ ആയിട്ടുള്ളൂ. ഒരൊറ്റ വക്ത് നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല. പരാതില്ല ആർക്കും. പറഞ്ഞേച്ച ആൾക്കാർക്കും പരാതില്ല, പോയവർക്ക് ഇത്രയും പരാതില്ല. നമ്മുടെ ഇൽമിന്റെ കുറവ് കൊണ്ട് സഹോദരന്മാരെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമാണിത്. ഇങ്ങനെ തുടങ്ങി എല്ലാ രംഗങ്ങളിലും അറിവിന്റെ കുറവ് കൊണ്ട് ഒരുപാട് അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദർസുകളും മറ്റുമൊക്കെ തുടർന്ന് സജീവമാകുന്ന സമയമാണ്. ഇൽമു നല്ലോണം പഠിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അറിയണം, പഠിക്കണം. അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ പഠനങ്ങളും നടത്തണം. അതിനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഇൽമിലൂടെ ഒരു മനുഷ്യന് അള്ളാഹുവിനെ അറിയാനും ഉയരാനും കഴിയും. ഈമാൻ രക്ഷപ്പെടുത്തിയെടുക്കാനും ഇൽമു വേണം. ഇൽമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ പറ്റിക്കപ്പെട്ടു പോകും. ഈമാനിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകും. ഈമാനിന്റെ ഏറ്റവും കാതലായ വശമാണ് ഇൽമ്. ഒരു ചെറിയ സംശയം, സന്ദേഹം വന്നിട്ട് നമ്മുടെ ഈമാന് തെറിച്ചു പോകാൻ പാടില്ല. ഔലിയാക്കളുടെ ഈമാൻ എത്ര വലിയ ഈമാനാണ്! അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ എത്ര വലിയ ഈമാനാണ്! മഹാനവർകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും സിദ്ദീഖ് തങ്ങൾ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു. എത്ര വലിയ ഈമാനാണ്! ഇസ്രാ മിഅ്റാജിന്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വന്ന് പറഞ്ഞു കൊടുക്കുന്നത് മക്കയിൽ രാവിലെ തന്നെ അബൂജഹലിനെ കണ്ടത്. അബൂജഹൽ ചോദിച്ചൊന്നും അല്ല, പുതിയ വർത്താനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ പറയണല്ലോ, ഉണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ തലേന്ന് നടത്തിയ ഇസ്രാ മിഅ്റാജ് ഫുള്ള് പറഞ്ഞു കൊടുത്തു. അപ്പൊ അബൂജഹൽ ചിന്തിച്ച ചിന്ത എന്താന്ന് വെച്ചാൽ, ഈ മക്കയിൽ നിന്ന് ഷാമിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് പോയി തിരിച്ചു വന്നു. നമ്മളൊക്കെ ഒരു മാസമാണ് സാധാരണ യാത്രക്ക്, ഒരു മാസം 35 ദിവസം 40 ദിവസം കിടക്കുന്ന സ്ഥലത്തേക്ക്. ഇത് വല്ലാത്തൊരു സംഭവം തന്നെ. ഇതേതായാലും ആരും വിശ്വസിക്കൂല, ആരും അംഗീകരിക്കൂല എന്ന നിലക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഈ കാര്യം പോയി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല സിദ്ദീഖ് നിങ്ങൾക്ക് ആദ്യം ഇസ്രായേലിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. അബൂജഹലും കൂട്ടരും പോയിട്ട് പറഞ്ഞു, വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു. നിങ്ങൾ നബിയാന്ന് വിശ്വസിക്കുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാ പറഞ്ഞത്. ഇന്നലെ രാത്രി ഷാമിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോയി. ജനങ്ങളൊക്കെ ഉറങ്ങിയൊരു സമയം, ഏകദേശം ഇശാഇന്റെ ഒക്കെ ശേഷം യാത്ര പോയി. എന്നിട്ട് അവിടുന്ന് ഏഴാൻ ആകാശങ്ങളിലേക്ക് പോയി. അർഷും കുർസിയും ലോഹവും കലമും സ്വർഗവും നരകവും ഒക്കെ കണ്ട് സുബൈന്റെ മുമ്പ് തന്നെ തിരിച്ചെത്തി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോന്ന് പറയുമ്പോഴും ചോദിക്കുന്നുണ്ട്, പിന്നെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത പിന്നെന്താ ഉണ്ടായത് ഒക്കെ കേട്ടിട്ട് മഹാനവറുകൾ പറഞ്ഞു, അങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ച് വിശ്വസിച്ചു. അപ്പൊ ഇവരാകെ നെട്ടിത്തെരിച്ചുപോയി. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ചു, സ്വീകരിച്ചു എന്നല്ല. അബൂജഹൽ പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞോ, ഞാൻ വിശ്വസിച്ചു.
നിങ്ങൾ എന്താ അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അതിലും വലുത് ഞാൻ വിശ്വസിക്കുന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും വന്ന് ഓതിക്കൊടുക്കുന്ന വഹി ജിബ്രീലിനെ ഞാൻ കണ്ടിണോ? നിങ്ങൾ കണ്ടിണോ? അല്ലല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരുന്നത്? അത് ഞാൻ വിശ്വസിക്കുന്ന ആളല്ലേ. ഇത് തങ്ങൾ നേരിട്ട് കണ്ടുവന്ന വിഷയങ്ങളല്ലേ പറഞ്ഞ് വിശ്വസിക്കാൻ എന്താ പരം? മറ്റേത് ഞാൻ കാണാത്ത, നിങ്ങൾ കാണാത്ത ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുത്തു എന്ന് പറഞ്ഞ വിഷയങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇത് വിശ്വസിക്കാൻ എനിക്കൊരു പരവുമില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനാണ്, നല്ല കട്ടിയുള്ള ഈമാൻ. ഔലിയാക്കളുടെ ഈമാനൊക്കെ അങ്ങനെ. ആ ഈമാനിൽ മൂർച്ചയുള്ളത് കൊണ്ട് തന്നെ ഈമാനിന്റെ എതിരാളികളായ ആളുകളെ, അഥവാ നിഫാഖും ബിദ്അത്തും ബാധിച്ച ആളുകളെ ഔലിയാക്കൾക്ക് പൊതുവെ വെറുപ്പാണ്. വ്യക്തിപരമായ വെറുപ്പല്ല, ആശയപരമായ വെറുപ്പ്. ഔലിയാക്കളിൽ വലിയ മഹാനല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കിതാബുകളിലൊക്കെ എഴുതി വെച്ചത് കാണാം നമുക്ക്. വിദേഹത്തുകാരോട് സമീപിക്കുന്നതിനെ പറ്റിയും സമ്പർക്കത്തെ പറ്റിയും വിലക്കിയിട്ടുള്ള ഒരുപാട് വചനങ്ങൾ എഴുതി കാണും. ഹദീസുകളുടെയും ഖുർആന്റെ ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ. അത് ഈമാനോട് ചേരാത്തത് കൊണ്ടാണ്. വിദേഹത്തുകാരനാണല്ലോ ഈമാൻ ഏറ്റവും കേട് ബാധിച്ച ആള്. നമ്മളെ ഉമ്മത്തിൽ ഈമാനിൽ ഏറ്റവും വൈകല്യം ബാധിച്ച ആള് വിദേഹത്ത് ബാധിച്ച ആളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിദേഹത്ത് ഖൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഒരു വൻകുറ്റം ചെയ്യുന്ന ആളെ പോലെയല്ല വിദേഹത്തുകാരൻ. വൻകുറ്റം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം. വിദേഹത്തുകാരൻ അങ്ങനെയല്ല. അവൻ അല്ലാഹു മാപ്പ് കൊടുക്കണമെങ്കിൽ വിദേഹത്തിൽ നിന്ന് ഒഴിവായി തൗബ ചെയ്യണം, മാറണം പൂർണ്ണമായിട്ട്. എന്നാലേ അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയുള്ളൂ. അവന്റെ അമൽ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. നല്ല ഈമാനും തഖ്വയുമുള്ള ആളുകളാണ് ഔലിയാക്കൾ. സഹോദരന്മാരെ, ഔലിയാക്കളുടെ മുഖമുദ്ര തന്നെ ഈമാനും തഖ്വയുമാണ്. തഖ്വയുടെ വിഷയത്തിൽ ഔലിയാക്കൾ വളരെ മുൻപന്തിയിലാണ്, സൂക്ഷ്മത പാലിക്കുന്നതിൽ. ആ സൂക്ഷ്മതയാണ് ഇന്ന് ലോകത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അള്ളാഹു വച്ച അതിർവരമ്പുകൾ മുഴുവനും മനുഷ്യന്മാര് ഭേദിക്കുകയാണ്, ലംഘിക്കുകയാണ്. ആ അതിർവരമ്പുകൾ മുഴുവനും എടുത്തു മാറ്റുകയാണ്. അല്ലാഹു തആല മനുഷ്യന്റെ ബഹുമാനത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സംശയമില്ലാത്ത രൂപത്തിലുള്ള ജീവിതത്തിന് വേണ്ടി അല്ലാഹു നിഷിദ്ധമാക്കിയ ഒന്നാണ് വേശ്യാവൃത്തി. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അതിന് അനുകൂലാവസ്ഥ? നമ്മളെ നാട്ടില് പടവ് തൊഴിലാളികൾ, അതുപോലെ തന്നെ കൂലിത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കൊല്ലപ്പണിക്കാർ, പല തൊഴിലാളികളുണ്ട്. ഇപ്പൊ പുതിയൊരു തൊഴിലാളികളും കൂടി, ലൈംഗിക തൊഴിലാളികൾ. തൊഴിൽ വകുപ്പ് നമ്മൾ ആലോചിച്ചു നോക്കി എത്രമാത്രം വലിയ സങ്കടകരമായ അവസ്ഥയാണ്. അള്ളാഹു എന്തിനാണ് അങ്ങനെ നിയമം വെച്ചത്? മനുഷ്യന്മാർ തമ്മിലുള്ള സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാനാണ്. അങ്ങനെ ഒരു നിയമം വരുന്നതിനോടുകൂടെ നമ്മളെ കുടുംബത്തെ കുറിച്ച് വല്ലാത്തൊരു പേടിയാണ്. കാരണം സമ്മതം എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാതല്ലേ. അത് ഞങ്ങൾക്ക് സമ്മതമാണ്, റെഡിയായി. പിന്നെ ശിക്ഷയില്ല, അറസ്റ്റും ഇല്ല, അതിന്റെ പിന്നിൽ ഒന്നുമില്ല, സുഖല്ലേ. അപ്പൊ അരാജകത്വങ്ങൾക്കൊക്കെ മനുഷ്യന്മാർ അതിലുള്ള വിലങ്ങളൊക്കെ മാറ്റിയിട്ട് സർവ്വ പെർമിഷനും കാര്യങ്ങളും ചെയ്യുമ്പോ സഹോദരങ്ങളെ, ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കണമെങ്കിൽ ഈമാനും തഖ്വയും കൂടിയേ തീരൂ. തഖ്വയില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മുത്തഖീങ്ങളാണ് ഔലിയാക്കൾ മുഴുവനും, തഖ്വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കളിൽ ഏറ്റവും മികവുള്ള മഹാന്മാരാണ് സ്വഹാബിമാര്, അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാര് അവർ ഒരു ചെറിയ നിഷിദ്ധമായ കാര്യത്തോട് കാണിച്ചിരുന്നത് വലിയ അകൽച്ചയാണ്. നിഷിദ്ധമായ ഒരു കാര്യത്തോട്, ഒരു ഹറാമിനോട് കാണിച്ചിരുന്ന വല്ലാത്ത അകൽച്ചയാണ്. പിന്നീട് പിൽക്കാലത്തുള്ള ആളുകളെ നോക്കിയിട്ട് സ്വഹാബിമാരും താബിഈങ്ങളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നകും ലതഅമലൂന അമാലൻ. സ്വഹാബിമാർ അവരെ ശേഷമുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മളെ നോക്കിയാൽ അവർ അതിലപ്പുറം പറയും, നിങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുന്നാ നഉദ്ദുഹാ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഞങ്ങളത് എണ്ണിക്കണക്കാക്കിയിരുന്നു. മിനൽ മുബിഖാത്ത്, വൻദോഷങ്ങളിൽ.
പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ദൃഷ്ടിയിലോ അത് വളരെ ചെറുതാണ്. അതൊരു പ്രശ്നമല്ല, ഒരു പ്രയാസമല്ല. അത് ലാഘവത്തോടെ കാണുന്നു. അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് അതിലധികവും. മനുഷ്യനത് ലംഘിച്ചു പോയാൽ പിന്നെ അവന് ഈമാനുമില്ല, തഖ്വയുമില്ല. അള്ളാഹു വെച്ച വിധി വിലക്കുകളുണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കഴിയണം. അതിനാ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ കാണൽ അനുവദനീയമായവരെയും വിവാഹബന്ധം നിഷിദ്ധമായവരെയും വേർതിരിച്ച് അല്ലാഹു തആല എണ്ണി പഠിപ്പിച്ചത് അതിർവരമ്പുകളാണ്. അത് സൂക്ഷിച്ച് ജീവിച്ച് നടക്കാനാണ്. ആർക്കൊക്കെ ഒരു സഹോദരിയെ കാണാൻ പറ്റും, ഒരു കുടുംബത്തിൽ ആർക്കൊക്കെ കാണാൻ പറ്റും, ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് സാധാരണ വീട്ടിൽ താമസിക്കുമ്പോ വെളിവാകുന്ന ഭാഗങ്ങളുണ്ട്, മുഖവും കൈയും കാലുമൊക്കെ. അത് കാണാൻ പറ്റുന്ന, നോക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ്? അല്ലാഹു തആല എണ്ണി 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 വിശദീകരിച്ചു. എന്തേ കാരണം? അല്ലാത്ത ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാത്ത ആളുകൾ കണ്ടുപോയി, ആസ്വദിച്ചു പോയി, വല്ല കുരുക്കിലും പെട്ടുകഴിഞ്ഞാൽ ഒരു കുടുംബം മൊത്തം തകർന്നു പോകും. ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ വിശുദ്ധി മൊത്തം തകർന്നു പോകും. അപ്പൊ പിന്നെ ഈ ജീവിതത്തിൽ കാണിക്കേണ്ട സൂക്ഷ്മത, തഖ്വ, അത് മുഴുവനും മാറ്റപ്പെട്ടു പോകും. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണ് കാണാൻ പോകുന്ന ആളോട്, ആണിനെ കാണുന്ന പെണ്ണിനോടും വിശുദ്ധ ഇസ്ലാം നോക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗം, അവന്റെ മുൻകൈയും അവളെ മുൻകൈയും, അവന്റെ മുഖവും അവളെ മുഖവുമാണ്. ജീവിതത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് എല്ലാ തരത്തിലുള്ള നോട്ടം കൊണ്ട് കഴിയും. ആ ഭാഗങ്ങളിലേക്കുള്ള നോട്ടം കൊണ്ട് അതിലപ്പുറമൊന്നും പറ്റില്ല. നിങ്ങൾ നോക്ക്, അറിവിന്റെ കുറവിന്റെ പേരിൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്ക് പലതിന്റെ പേരിലും സൽക്കാരുണ്ട്, എന്നാണൊന്ന് കൊണ്ടുപോയി കൊണ്ടിട്ട് ചെറിയൊരു യാത്ര ഉണ്ട്, ആ യാത്ര കൊണ്ട് ആരെ കൊണ്ടുപോണത്? ഇത് തൊടാനും കാണാനും പറ്റിയ ഹലാലായ ഭാര്യയായിട്ടില്ല, നിക്കാഹ് കഴിയണ്ടേ? നമ്മൾ അറിവിന്റെ കുറവിന്റെ പേരിൽ പരിധികളൊക്കെ ലംഘിച്ചു പോവുകയാണ്. ആ രൂപത്തിലുള്ള കൂടിച്ചേരലുകൾ, കാണലുകൾ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല. സ്വഹാബിമാർ തന്നെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യമാരെ വിലക്കിയിട്ടല്ലേ നിയമം പഠിപ്പിച്ചെന്നത്? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർക്ക് സംശയമോ അല്ലെങ്കിൽ അതുപോലെയുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവരിലേക്കൊന്നും അങ്ങനെ ഉണ്ടാകൂല. പക്ഷെ നിയമത്തിന്റെ രംഗത്ത് എല്ലാവരും ഒരുപോലെയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോ തങ്ങളെ ചുറ്റുമിരിക്കുന്ന രണ്ട് ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ളിലേക്ക് പോണം, ഉള്ളിലേക്ക് പോണം. അപ്പൊ ചോദിച്ചു നബി, അലൈസ ഹുവ അഅമ ലാ യുബ്സിറുന, ആ വരുന്ന സ്വഹാബി കണ്ണ് കാണാത്ത ആളല്ലേ, നമ്മളെ കാണൂലല്ലോ. ഇവിടുന്ന് അങ്ങോട്ടല്ലേ കാണുള്ളൂ, ഇങ്ങോട്ട് കാണൂലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം, അഫഅമ്യാവാനി അൻതുമ, നിങ്ങളും കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരാ? അലസ്തുമാ തുബ്സിറാനി, നിങ്ങൾ അങ്ങോട്ട് കാണൂലേ? അതുകൊണ്ട് ഉള്ളിലേക്ക് പോകണം. ആരോടാണിത് കൽപ്പിക്കുന്നത്? മൊത്തം ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മാതാക്കൾ എന്ന് അല്ലാഹു തആല പേര് വിളിച്ച ഏറ്റവും വിശുദ്ധ വനിതകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട്. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയാനാ? അവരോട് ഈ നിയമത്തിൽ ഇത്ര സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞെങ്കിൽ അതിലപ്പുറം സൂക്ഷ്മതയോടെ കരുതേണ്ടവരാണ് നമ്മൾ. അന്യ സ്ത്രീ പുരുഷ സങ്കലനം, സഹോദരങ്ങളെ, പല ഭാഗങ്ങളിലും വിവരക്കുറവിന്റെ പേരിലോ മറ്റോന്നറിയില്ല തുടർക്കഥകളായി കൊണ്ടിരിക്കുകയാണ്. പ്രശ്നമല്ലാതായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഈമാന്റെ തഖ്വന്റെ കുറവ് കൊണ്ട്. ഒരു സുന്നത്താണല്ലോ കല്യാണം എന്ന് പറയുന്നത്, ജീവിതത്തിൽ പ്രധാനപ്പെട്ട സുന്നത്തല്ലേ. ആ സുന്നത്ത് നിർവഹിക്കുമ്പോ ഒരു സന്തോഷത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ് വലീമത്ത്, വിവാഹ സദ്യ. പക്ഷെ ഒരിക്കലും അള്ളാഹ് പൊരുത്തപ്പെടാത്ത രീതിയിലാകരുത്. നിങ്ങളെ വീട്ടിലോ എന്റെ വീട്ടിലോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂടെ പലരും പഠിച്ചിട്ടുണ്ടാകും. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠന രംഗത്താണ്. പക്ഷെ എല്ലാവരും ഇപ്പൊ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ്, കൈ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും? പൊരേ കയറി വന്നിട്ട് കൈ കൊടുക്കാണ്, ബാക്കിയുള്ളവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്.
ഒരു മന്ദപ്പോളായിട്ട് നോക്കി നിൽക്കാണ്. അതിപ്പോ കല്യാണ ദിവസം തടഞ്ഞാൽ എങ്ങനെ? അപ്പൊ ഓൾ പെർമിറ്റ് ആണോ കല്യാണത്തിന്റെ അന്ന്? അങ്ങനെ നിയമമുണ്ട് ഇസ്ലാമിൽ. അന്ന് ഏറെക്കുറെ ഹലാലാണ്, 1 മണിക്കൂർ 2 മണിക്കൂർ. പിന്നെയാണ് പ്രശ്നമാക്കണ്ട, പിന്നെ നിയമം പാലിച്ചാൽ മതി. തഖ്വന്റെ കുറവിന്റെ പേരിലാണ്, ഈമാനിന്റെ കുറവിന്റെ പേരിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളാണിത്. ഒരിക്കലും വിശുദ്ധ ഇസ്ലാം നമ്മെ അനുവദിക്കാത്ത വിഷയങ്ങളാണ്. നല്ലോണം സൂക്ഷ്മത പാലിച്ച് ജീവിക്കേണ്ടവരാണ് ആ ഘട്ടത്തിൽ. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിക്കേണ്ടവരാണ്. ഒരിക്കലും ഒരന്യപുരുഷനും ദർശനത്തിനോ കൂടിച്ചേരലിനോ ഫോട്ടോ എടുക്കാനോ കൈ കൊടുക്കാനോ പെർമിറ്റ് നൽകപ്പെട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ, ലോകത്തെ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള മഹാനാര? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെക്കാൾ സൂക്ഷ്മതയുള്ള ഒരു മഹാൻ ലോകത്ത് വേറെ ആരുമില്ല. പുരുഷന്മാരോട് തങ്ങൾ ബയ്യത്ത് സ്വീകരിക്കുമ്പോ കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കും, ആ കയ്യിൽ ഇങ്ങനെ കൈ പിടിക്കും, എന്നിട്ടാണ് ബയ്യത്ത് ചെയ്യുക. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യരുത്, മോഷണം നടത്തരുത്, വ്യഭിചാരം ചെയ്യരുത്, ആക്രമിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബയ്യത്തുകൾ സ്വീകരിക്കും. അതേ രൂപത്തിൽ മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ സ്ത്രീകൾ ബയ്യത്തിന് വന്നാൽ കൈ കൊടുത്ത് ബയ്യത്ത് ചെയ്യുന്ന പരിപാടിയില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയ്യത്തിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കും. മറയിലായിരിക്കുന്ന സഹോദരിമാര് ആ ബയ്യത്തിന്റെ വചനങ്ങൾ സമ്മതിക്കും. അതേപോലെ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഷാളിങ്ങനെ ഇട്ടുകൊടുക്കും. ആ ഷാളിന്റെ ഒരു ഭാഗം സഹോദരി പിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് നബി തങ്ങൾ ഇപ്പുറത്തുനിന്ന് ബയ്യത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് അംഗീകരിക്കും. ഇവിടെ സംശയങ്ങളും മറ്റും കടന്നുകൂടാത്ത രീതിയിൽ അത്രയും തഖ്വയും ഈമാനോടെയും ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണിത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ചിലരെന്താ ചിന്തിക്കാറ്? കല്യാണത്തിന്റെ അന്നൊക്കെ ഇപ്പൊ കുറച്ച് കുട്ടികൾ, +2 കുട്ടികളോ മറ്റേ കുട്ടികളോ ഡിഗ്രി കുട്ടികളൊക്കെ വന്ന് കൈ കൊടുത്തെഴുതിയിട്ട് എന്ത് വരാനാ? അങ്ങനെ ആലോചിക്കാം. നിയമം പറയുന്നിടത്ത് അങ്ങനെയല്ല ആൾക്കാര് കൊഞ്ഞനം കുത്താണ്. അങ്ങനെ ഇൽമിന്റെ കുറവിന്റെ പേരിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊഞ്ഞനം കുത്തപ്പെടാണ്. നമ്മളെ സമൂഹത്തിൽ തന്നെ അജ്ഞരായ ആളുകൾ, ഇൽമില്ല. പിന്നെ ഒന്നേ ഉള്ളൂ, എന്താ ഉള്ളത്? ഈ എന്തായാലും പറയാ, ഈ ഫേസ്ബുക്ക്, ഈ വാട്സാപ്പ്, അതിലൂടെ സംസാരിക്കാനുള്ള ഒരു അന്തവും കുന്തവും ഉണ്ട്. അതങ്ങനെ പറഞ്ഞോളൂ, കൂടാന്നാണ്. ഏതെങ്കിലും ഒരു ആലിം ഒരു മസല പറയുമ്പോ അതിനെ എതിർത്തിട്ട്, ഒരു ചരിത്രം പറയുമ്പോ അതിനെ എതിർത്തിട്ട്, ഒരായത്തിന്റെ തഫ്സീർ പറയുമ്പോ അതിനെ എതിർത്തിട്ട്. എന്താ അങ്ങനെ എതിർക്കാൻ കാരണം? അവർക്ക് എതിർക്കാൻ ഒരു ആയുധമില്ല. അവർക്ക് എതിർക്കാൻ ആകെ ഒരു ആയുധം ജഹ്ലാണ്, അജ്ഞത, അറിവില്ലായ്മ. അതുകൊണ്ട് എതിർക്കാണ്. ഒരു ആലിം അള്ളാഹുവിന്റെ ദീന്റെ നിയമം പറയുമ്പോ കൊഞ്ഞനം കുത്താൻ എത്ര ആൾക്കാരാണ്? 1-2 ആൾക്കാരാണ്. നമ്മളെ സമൂഹത്തിൽപ്പെട്ട പുറത്തുള്ള ആൾക്കാർ വിട്ടേക്ക് സഹോദരങ്ങളെ. മുസ്ലിം സമൂഹത്തിൽ നാമധാരികളായിരിക്കും കരുതാ പെട്ട ആൾക്കാർ എത്ര മണിക്കൂറുകളാണ് ചിലർ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം അത് മാറ്റിമറിക്കാൻ പറ്റൂല. നമ്മളൊക്കെ ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു സുന്നത്തിന് വേണ്ടി 10-20 ഹറാമ് ചെയ്യുന്ന കേന്ദ്രമാകരുത് കല്യാണ സദസ്. അവിടെ നമ്മൾ ഉണരണ ഇൽമു വേണം നമുക്ക്. തഖ്വയുള്ള മുത്തഖിയായ ഒരു മനുഷ്യൻ കുടുംബത്തിലുണ്ടെങ്കിൽ നടക്കൂല. അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വാപ്പാനുള്ള സമയത്ത് നടക്കുവോ? വല്യാപ്പുള്ള സമയത്ത് നടക്കുവോ? എന്താ നമ്മളുള്ള സമയത്ത് നടക്കാൻ കാരണം? നമ്മൾ മണ്ടനായി മാറി, മഠയനായി മാറി, ഇൽമില്ലാത്തവരായി മാറി. നമുക്ക് എന്തും പറ്റുമല്ലോ. എന്താ പറ്റാത്ത? എവിടേക്കും നോക്കാലോ, ആരത്തേക്കും നോക്കാലോ, എങ്ങനെ ചിരിക്കാലോ, എങ്ങനെ വർത്താനം പറയാലോ. പാടില്ല. അതിനൊക്കെ പരിധിയുണ്ട്, പരിമിതി ഉണ്ട്. അവിടെയാണ് തഖ്വ. അതാണ് ഏറ്റവും വലിയ തഖ്വ. നിയമങ്ങൾക്കനുസൃതമായ ജീവിതം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അതിന് മാറ്റം വരുത്താൻ പാടില്ല. അത് മാറ്റം വരുത്തിയതാണ് നമ്മളെ ഈ ഉമ്മത്തിന് ഏറ്റവും പറ്റിയ ഫിത്ന. നിയമങ്ങൾ മാറ്റം വരുത്തി. അവിടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഓൻ ആ സമൂഹത്തിൽ, ആ നാട്ടില്, ആ ഉമ്മത്തിൽ പറ്റാത്ത ആളായി മാറി. ഒരു ആലിം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, തനിച്ച ഹറാമാന്ന് പറയുമ്പോ 65, 75 അതിലപ്പുറമൊക്കെ വയസ്സായ കാക്കാരെ വന്നിട്ട് പറയാണ്, വലിയ അതൊക്കെ കല്യാണത്തിന്റെ അന്നല്ലേ, അതിപ്പോ എത്രത്തോളം പറയാണ്ടോ.
ആരാന്നറിയോ? നല്ലോണം കുഞ്ഞിക്ക് കാലിട്ടാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ കാര്യം പറഞ്ഞില്ലല്ലോ. ഒരു സംഗതി പറയുമ്പോഴേ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, അത് മോശമാണ്. എന്താണ് ഈ ഏർപ്പാടുകൾ ചെയ്യുന്നത്? തെറ്റാണത്. ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി സദസ്സുണ്ടാക്കി ഉസ്താദ്മാരൊക്കെ വന്നപ്പോൾ കയറിയിരുന്ന് ആളുകളൊക്കെ നല്ല മജ്‌ലിസാക്കിയിരുന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് നല്ല ദുആയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയി. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് എന്തിനാ കയറുന്നത്? ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. മണിക്കൂറുകളോളം പ്രദർശന വസ്തുവാക്കി ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് കുടിയിരുത്തുക. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പലതും പ്രദർശിപ്പിച്ച് ഒരിക്കലും കൂടെ ഇരിക്കാനോ തൊടാനോ കാണാനോ പറ്റാത്ത ആളുകൾ കൂടെ ഇരുന്നിട്ട് കൈകൊട്ടിയിട്ട് കൊട്ടിപ്പാട്ട് നടത്തിയിട്ട് നഊദു ബില്ലാഹ് അപ്പോഴും ചെലവ് ചെയ്യുന്ന ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ലക്ഷങ്ങൾ അതിനു വേണ്ടി പൊടിപൊടിക്കുന്ന ആളുകൾ ഒക്കെ അല്ലാഹുവിന്റെ കിട്ടുമെന്ന് കരുതിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. സഹോദരന്മാരെ, അവിടെ ഈമാനും തഖ്വയുമാണ് മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലാത്ത മറ്റൊരു കാര്യവുമല്ല. മഹാന്മാര് നോക്ക്, നിങ്ങൾ പഴയ കാലത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് വളരെയധികം കർശനമായ രീതിയിലാണ് അവർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് ഒരു തെറ്റായ കാര്യം കൽപ്പിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ, അനുസരിക്കാൻ പറ്റുമോ? പറ്റൂല. ബാബുല്ലാ തുതിയുൽ മർഅതു സൗജഹാ ഫീ മഅസിയ, സഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു അധ്യായം. ഒരൊറ്റ പെണ്ണും തന്റെ ഭർത്താവ് പറയുന്ന ദോഷകരമായ കാര്യത്തിന് വഴിപ്പെട്ടു കൊടുക്കാൻ പാടില്ല, അനുസരിച്ചു കൊടുക്കാൻ പാടില്ല, അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഭർത്താവ് പറയുന്നു പെണ്ണിനോട്, നല്ല നിലക്ക് തഖ്വയോടെ ജീവിച്ച പെണ്ണിനോട്, നീ നിന്റെ തട്ടം അഴിച്ചു മാറ്റിയിട്ട് ഒരു ഷാളിടണം. ആ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. അവൻ ഒഴിവാക്കിയാലും ശരി, അതൊരു പരാതിയല്ല. ഭർത്താവിന് എന്ത് റോളായുള്ളത്? മാറുമറക്കുന്ന പെണ്ണിന്റെ മാറയിക്കാൻ, കഴുത്ത് പ്രദർശിപ്പിക്കാൻ, കാത് പ്രദർശിപ്പിക്കാൻ, തല പ്രദർശിപ്പിക്കാൻ ഭർത്താവിന് എന്താ ആരുള്ളത്? അനുസരിക്കാൻ പാടില്ല. നീ അതൊക്കെ ഇട്ടിരുന്ന് നേരത്തെ അല്ലേ പോകുമ്പോൾ, സ്കൂൾ മറ്റൊക്കെ പോകുമ്പോഴല്ലേ. ഇപ്പൊ അതൊന്നും പറ്റൂല. നമ്മളൊക്കെ മോഡിഫിക്കേഷൻ. നമ്മൾ ചെറുപ്പക്കാരികൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒരു യൗവനത്തിന്റെ തുടിപ്പൊക്കെ വേണ്ടേ? അതുകൊണ്ട് കുറച്ചൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഫാഷൻ വസ്ത്രധാരണം സ്വീകരിക്കണം. ഏതാ ഈ ഫാഷൻ വസ്ത്രധാരണം? പരിശുദ്ധ ഇസ്ലാം വിലക്കിയ വസ്ത്രങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വളരെ കുരുത്തക്കേടൊന്നും കിട്ടൂല. ഒരൊറ്റ പെണ്ണിനും കുരുത്തക്കേട് കിട്ടൂല. ലാ തുതിയുൽ മർഅതു സൗജഹാ ഫീ മഅസിയ. ഒരൊറ്റ പെണ്ണും ഭർത്താവ് പറയുന്ന തെറ്റിൽ ഭർത്താവിനെ അനുസരിക്കാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഭാര്യ പറയുന്ന തെറ്റിൽ ഭാര്യനെ അനുസരിക്കാൻ ഭർത്താവും പാടില്ല. അവിടെ നോക്ക്, നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വന്ന് ഒരു ഉമ്മ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്റെ മകളെ ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ്, ആ മകൾക്ക് മുടി കുറച്ച് കുറവാണ്, കുറച്ച് മുടി എക്സ്ട്രാ വെച്ചു കൊടുക്കട്ടെ? അങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ കെട്ടിയ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, കുറച്ച് മുടി വെച്ചു കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പറ്റൂല, പറ്റൂല. അല്ലാഹു തആല വിലക്കിയ കാര്യമാണ്. അവസ്ഥാതെ മുടില്ലാത്ത ആള് വരാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചോട്ടെ. അതൊക്കെ കുറെ കാലം കാത്തിക്കണ്ടേ? അതാ നമുക്ക് പറ്റാത്ത മരുന്ന്. നമ്മൾ ശരീരത്തിന്റെ ബോഡിക്ക് വേണ്ടി ആരോഗ്യത്തിന് മരുന്ന് അത്രയും കുടിക്കും. മോഡിഫിക്കേഷനിൽ കാത്തിക്കാൻ നേരല്ല. മരുന്ന് തേക്കാനും കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? ഒരു 10-45 വെച്ചാണ് പിടിപ്പിച്ചാലും പിന്നെ ആരും അറിയില്ലല്ലോ. അല്ലാഹു തആല വരെ അറിയണമെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കണ്ടേ? അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല, അങ്ങനെ മുടി വെച്ചു കൊടുക്കാൻ പറ്റൂല. ഭർത്താവാ പറഞ്ഞു എഴുതിയിട്ട് അനുസരിക്കാൻ പറ്റൂ? ബാപ്പയെ പറഞ്ഞതിൽ അനുസരിക്കാൻ പറ്റൂ? പാടില്ല. സത്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല, ആരെയും അംഗീകരിക്കേണ്ടതില്ല. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട തഖ്വ. നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, എല്ലാ മേഖലകളിലും പാലിക്കേണ്ട പരിപൂർണമായ തഖ്വ പാലിച്ച് ജീവിക്കണം. സൂക്ഷ്മതയാണ് അതിൽ മുഖ്യമായത്. ഔലിയാക്കളുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം കാത്തു സൂക്ഷിച്ചതാണ് ഈമാനും തഖ്വയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ നോട്ടം നോക്കരുത് എന്ന് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ നോക്കാതെ ജീവിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈമാനും തഖ്വയും മുഖമുദ്രയാക്കി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ആഖിറത്തിൽ നബിതങ്ങളെ കൂടെ നിൽക്കണമെങ്കിൽ ഔലന്നാസി ബി യൗമൽ ഖിയാമത്തിൽ മുത്തഖൂൻ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ബന്ധമുള്ള ആൾക്കാർ മുത്തഖീങ്ങളാണ്. മുസ്ലിം പേര് വെച്ചാ പോരാ, ഈമാനും തഖ്വയും വേണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വെറും ഒരു നാമമാത്ര മുസ്ലിമായി ജീവിക്കുന്ന ആണിനും പെണ്ണിനും നബിതങ്ങളോട് ടച്ച് ചെയ്യാൻ കഴിയൂല. മുത്തഖീങ്ങളാണോ അവർക്ക് വലിയ ബന്ധമുണ്ട്, കണക്ഷനുണ്ട്. ദുനിയാവിലും അവർക്ക് വലിയ ബന്ധമുണ്ട്, ആഖിറത്തിലും ബന്ധമുണ്ട്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിക്കണം. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പക്കൊരടിമയുണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ വേറൊരു മനുഷ്യൻ, ഉത്ബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിഹിതമായി ബന്ധപ്പെട്ടു. ഋതുബയുടെ സഹോദരനാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഋതുബ നബി തങ്ങളെ സ്വീകരിച്ചിട്ടില്ല. ഋതുബ മരിക്കുന്നതിന്റെ മുമ്പ് സഅദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിരുന്നു, മക്കയിൽ സംഅത്തിനൊരു അടിമ സ്ത്രീയുണ്ട്. ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കും. ഞാനുള്ള അവിഹിത ബന്ധത്തിലൂടെ വരുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ നീ അങ്ങ് സ്വീകരിക്കണം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലെത്തിയപ്പോൾ അവിടെ സംഅത്തിന്റെ അടിമക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം ചോദിച്ചു. ഈ സംഅത്ത് സൗദാ ബീവിന്റെ ബാപ്പയാണ്. സംഅത്തിന്റെ അടിമ സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയുടെ അടിമയാണത്. ആ നിലക്ക് സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയുടെ അടിമയിൽ നിന്ന് ജനിക്കുന്ന കുട്ടി സൗദാ ബീവിന്റെ സഹോദരനായിട്ട് ചേർക്കപ്പെടും. പക്ഷേ ഇവിടെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സൗദാ ബീവിന്റെ ആങ്ങളയായ അബ്ദുവിനോട് പറയുന്നത്, നിന്റെ ബാപ്പയുടെ അടിമക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ എന്റെ സഹോദരൻ ഉത്ബയുടെ കുട്ടിയാണ്, ആ കുട്ടി ഇങ്ങോട്ട് തരണം. ആ സമയത്ത് സംഅത്തിന്റെ മകൻ അബ്ദു, സൗദാ ബീവിന്റെ സഹോദരനായ അബ്ദു പറഞ്ഞു, അതെങ്ങനെ തരാ? എന്റെ ബാപ്പയുടെ അടിമക്ക് ജനിച്ച കുട്ടി അതെന്റെ ബാപ്പന്റെ മോനായിട്ടല്ലേ കൂട്ടാ? അങ്ങനെ അടിമാരുതാ എന്റെ ബാപ്പന്റെ അല്ലേ? പിന്നെ എങ്ങനെ നിങ്ങളെ സഹോദരന്റെ കുട്ടിയായിട്ട് കൂട്ടാൻ പറ്റുക? അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ തമ്മിൽ തർക്കമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് വെച്ച് തങ്ങൾ തീരുമാനം പറഞ്ഞു, ഈ അടിമ സ്ത്രീ ആരുടെ കീഴിലാണോ ജീവിച്ചിരുന്നത് അവരിലേക്കാണ് ഈ കുട്ടിയെ ചേർക്കപ്പെടുക. പിന്നെ മറ്റേ ആൾക്ക് കല്ലുകൊണ്ട് ഈറ കൊടുക്കേണ്ട ആള് മരിച്ചുപോയില്ലേ? വലിൽ ആഹിരി അൽ ഹജറു അൽ വലദുലിൽ ഫിറാഷ്. ആരുടെ വിരിപ്പായിട്ടാണോ അടിമ സ്ത്രീ ജീവിച്ചത് ആ അടിമ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി അവളുടെ കുട്ടിയാണ്. വേശ്യാവൃത്തി നടക്കുന്ന ആൾക്ക് കല്ലുകൊണ്ട് എറിഞ്ഞ് ശിക്ഷ കൊടുക്കേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ മുഖത്തിന്റെ രൂപസാദൃശ്യത ഉത്ബയോടാണ് കാണുന്നത്. ഉത്ബയോടുള്ള രൂപസാദൃശ്യത കണ്ടപ്പോഴേക്ക് തങ്ങളെ സൗദാ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സൗദാ ബീവി, ഇത് സത്യത്തിൽ തത്വത്തിൽ നിയമത്തിൽ നിങ്ങളെ സഹോദരനായിട്ട് വരുമെങ്കിലും ഈ കുട്ടിയെ നിങ്ങൾ കാണാൻ പാടില്ല. നോക്കണം, അവരൊക്കെയാണ് സൂക്ഷ്മത പാലിച്ച ഔലിയാക്കൾ. ഇത് കാണുന്നവരെ മുഴുവനും കാണുന്നൊക്കെ ഹലാലായി കൂട്ടുന്ന ആൾക്കാരല്ല. ഈ കുട്ടിയിൽ നിന്ന് മറപാലിച്ച് ജീവിക്കണം. ഹദീസിൽ കാണാം, സൗദാ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ ഒരു സമയം പോലും ആ കുട്ടിയെ കണ്ടിട്ടില്ല. മരിക്കണവരെ കണ്ടിട്ടില്ല. തങ്ങളൊരു വാക്ക് അവിടെയാണ് നമ്മൾ പാലിക്കേണ്ടത്. ഒരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതെ സൂക്ഷിക്കണം. അല്ലേ? ഒരു പ്രശ്നമില്ല ആൾക്കാർ ഹറാമ് ചെയ്യുന്നതിന്റെ പ്രശ്നമില്ല. കല്യാണത്തിന് ഇപ്പൊ അടുത്തൊരു കല്യാണത്തിന് കൂടിയപ്പോ കല്യാണത്തിന് വിളിക്കാക്കാണ് സുഖം എന്ന് പറയല് ഞാൻ പലപ്പോഴും ആൾക്കാർ വേറെ നേരെ വിളിക്കരുത്. അല്ല, അതിനൊക്കെ നമ്മൾ ഉത്തരവാദിയാണ് എഴുതിയിട്ടാണ് വിളിക്കാത്തതിന് പരാതി ഒന്നുമില്ല, സന്തോഷം. കല്യാണത്തിന് പോയതിൻ്റെ ഇടങ്ങറൊക്കെ സഹിക്കണം. അത്യാവശ്യം നല്ലൊരു ദീനി ചെറുപ്പക്കാരനല്ലേ നീതി പോയതാണ്. പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വരില്ല എന്നായി. കാരണം കൈയിന്റെ ഉള്ളിലും പുറത്തൊക്കെ മൈലാഞ്ചിട്ടു. ഇനിയിപ്പോ അതും ഹലാലേക്കാറല്ലേ? ആണുങ്ങൾക്ക് സൗന്ദര്യം കൂടെ അല്ലെങ്കിൽ എന്തിനാ മൈലാഞ്ചി? നല്ല ഒരു തുണി കുപ്പായിട്ടാ തന്നെ പറയില്ലേ
പുതിയാപ്പിള കല്യാണമൊക്കെ കഴിഞ്ഞ് എത്രയോ കാലമായി. ഒരു ആചാര്യ 75-ാം വയസ്സിൽ നല്ല ഒരു തുണിയും കുപ്പായൊക്കെ ഇട്ട് വന്ന് പള്ളി ഇങ്ങനെ കയറുമ്പോഴേക്കും ആൾക്കാർ ഒരു പുതിയാപ്പിള അയക്കണല്ലോ, പുതിയാപ്പിള. ഇപ്പൊ പേരക്കുട്ടിന്റെ പേരക്കുട്ടി പുതിയാപ്പിള ഇറങ്ങി. പക്ഷെ അതെന്താ, ഒരു ഭംഗിയാണ്. പുരുഷന് ഭംഗിയാണ്, അത്ര കുറഞ്ഞ കാര്യങ്ങൾ മതി. പുരുഷന് നിഷിദ്ധമായൊരു ഭംഗിയാണ് കയ്യിനും കാലിനും മൈലാഞ്ചി ഇടാന്നുള്ളത്. കയ്യിനും കാലിലും മൈലാഞ്ചിൽ ഹറാമെന്ന് മാത്രമല്ല, കബീറത്താണ്, വൻകുറ്റമാണ്. പുരുഷൻ പാടില്ല. മൈലാഞ്ചി ഇടൽ സുന്നത്തുള്ളത് വിവാഹിതരായ സഹോദരിമാർക്ക് മാത്രമാണ്. ചെറിയ പെൺകുട്ടികൾക്ക് വരെ മൈലാഞ്ചി ഇടൽ കറാഹത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. ആൺകുട്ടികൾ തീരെ പറ്റില്ല. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടൽ കറാഹത്താണ്. പക്ഷെ നമ്മളെ നാട്ടിൽ വലിയ പ്രോത്സാഹനം അതിനാണ്. കല്യാണത്തിന് 2 ദിവസം മുമ്പ് 10,000 റുപ്യക്ക് അള്ളാന്റെ അടുത്ത് കൂലിട്ടാനേ 10,000 റുപ്യക്കാണ് ട്യൂബ് കൊണ്ടുവന്ന് നിറച്ചിക്കാണ്. എന്നിട്ടാണ് ഭാര്യത്തേക്കാണ്. ഒരാള് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിന് കൊടുത്ത ആ ഒരൊറ്റ മൈലാഞ്ചിന്റെ സുന്നത്ത് കിട്ടും. ബാക്കി ഒരൊറ്റ ഒന്നും കിട്ടൂല, കൂലി കിട്ടൂല, കുറ്റം കിട്ടും. കറാഹത്ത് എന്ന് പറഞ്ഞ സംഗതി ഒഴിവാക്കേണ്ടതാണ്, ചെയ്യേണ്ടതല്ല. നമ്മളെന്താ കറാഹത്തേ ഉള്ളൂ, അതിപ്പോ ഹറാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കഴിച്ചില്ല, ഏതായാലും കഴിച്ചിലാവൂല. ഒഴിവാക്കേണ്ട സംഗതിയാണത്, പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. പണം എന്ന് പറഞ്ഞാൽ വെറുതെ കളയാനുള്ളതാ. ചോദ്യം ചെയ്യില്ല അല്ലാഹു തആലയെ പറ്റി. വെറുതെ കളയാനുള്ളതല്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. പണം നല്ലതിന് ഉപയോഗിക്കാനുള്ളതല്ലേ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ 1 മാസം കൂടി കഴിഞ്ഞാൽ വലിയൊരു നാൾ വരും. കുറേയിലെ കുട്ടികൾക്ക് നേരത്തെ മൈലാഞ്ചില്ല. ചിലര് ആണും പെണ്ണൊന്നും വ്യത്യാസമല്ല. കുട്ടിയാണ്, കുട്ടികൾക്ക് മൊത്തം ഇടൻ എല്ലായിടത്തും. അങ്ങനെ ഒന്നുണ്ടോ ഇസ്ലാമില്? ഇത് ഞാൻ പറഞ്ഞത് കല്യാണത്തിൽ ഇരിക്കുന്ന 10-25 വയസ്സായ ചെറുപ്പക്കാരന് ആമീ എന്നൊക്കെ പറയാതിരിക്കാണ്. മലക്കിറങ്ങാൻ ഒരു ചാൻസും ഇല്ല അവിടെ. കാരണം ഈ നീട്ടിയ കയ്യിലെ 2 ഭാഗത്തും ഇഷ്ടംപോലെ പേര് എഴുതിയിട്ടുണ്ട്. ചിലപ്പം വിളിക്കുന്ന പേരുണ്ടാകും, അല്ലാത്ത വേറെ പേരുകളൊക്കെ ഉണ്ടാവും. കുറെ എഴുതാണ്ടാവുമല്ലോ, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറെ സിഗ്നലുകൾ ഉണ്ട്, എന്തൊക്കെയോ ആരോമാർക്കും മറ്റൊക്കെ. അതൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് ആമീൻ ഈ കൈ കൊടുത്തിട്ടാണ് ഇയാള് ഖബിൽതു നിക്കാഹ റളീതു എന്നൊക്കെ പറഞ്ഞേ. നല്ല പരിശുദ്ധമായി കൈ കൊടുക്കണ്ടേ? ഈ ഹറാമൊക്കെ തേച്ച് വെച്ച കൈ കൊണ്ടാ കൊടുക്കണ്ടേ? വളരെ കാര്യഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നു ഈ ഹറാമുകളൊക്കെ. അതാ നമ്മൾ മുൻഗാമികളും തമ്മിലുള്ള മാറ്റം. അതുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നിയമത്തിൽ ഒതുങ്ങിക്കൊണ്ട് കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്ത് ജീവിക്കണം. ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കഴിയാതെയായി ഏതെങ്കിലും സന്ദർഭത്തിൽ അല്ലാഹു തആല അഫൂ തന്നേക്കും. ജീവിതത്തെ അളവ് മാത്രം നോക്കിയാൽ പോരാ, നല്ല തഖ്വ പാലിക്കണം. സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലങ്ങളിലൊക്കെ പ്രയാസങ്ങൾ കൂടിക്കൂടി വരും. രക്ഷപ്പെടുത്താൻ ഈമാന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈമാന് നല്ല കരുത്തോടെ ഉണ്ടോ മുത്തഖിയായി മുന്നേറാൻ കഴിയും. അല്ലെങ്കിലൊക്കെ വളരെയധികം ക്ഷീണം വന്നു പോകും. അമലിന്റെ രംഗത്ത് ഒരു ക്ഷീണവും വരാൻ പാടില്ല. ഞാൻ അവസാനമായി എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കന്നെ നല്ല അന്തരീക്ഷം, അല്ലാഹു തആല നല്ല മഴ അല്ലെ, നല്ല തണുപ്പ്. പക്ഷെ സുബിയത്തനം കഥാണ്ട് പറയുന്നുണ്ടോ? നല്ല മുത്തഖീങ്ങളായ ബാപ്പാരോടും ഉമ്മാരോടും പറയട്ടെ, തമ്മീസിന്റെ പ്രായമെത്തിയ മക്കളടക്കമുള്ള ഒറ്റ കുട്ടിയുടെയും സുബഹി ഖളാക്കരുത്. നേരത്തെ തന്നെ എഴുന്നേറ്റ് സുബഹി അദായി നിസ്കരിപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ എഴുന്നേറ്റിട്ടില്ല പിന്നെ അവരോട് മാത്രം എഴുന്നേൽക്കാൻ പറയുന്നതിൽ കാര്യമായിട്ട് കഴമ്പൊന്നുമില്ല. മക്കളെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചോളി. മാനസ്കാരങ്ങൾ നോക്കണ്ട, പാനസ്കാരങ്ങൾ നോക്കണ്ട, അതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അവർക്ക് മാതൃക കാണിക്കേണ്ടവരാണ്. നേരത്തെ എഴുന്നേറ്റ് നിസ്കാരം ഒരിക്കലും ഖളാകാതെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന വീട്ടുകാര്, കുടുംബക്കാര്, അവർക്ക് അല്ലാഹു നൽകുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണമുള്ള കുടുംബമാണത്. വലിയ ബറക്കത്തുള്ള കുടുംബമാണ്. കുടുംബക്കാരോട് മൊത്തം നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തിലെ ആണിനോടും പെണ്ണിനോടും നിസ്കാരം കൊണ്ട് പ്രത്യേകം കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, നിസ്കാരത്തിൽ ക്ഷമ പാലിക്കണം. തണുപ്പാണെങ്കിലും നിസ്കരിക്കണം, ചൂടാണെങ്കിലും നിസ്കരിക്കണം. സുബ്ഹി നേരത്തെ ആണെങ്കിലും നിസ്കരിക്കണം, നേരം വൈകിട്ടാണെങ്കിലും നിസ്കരിക്കണം.
എപ്പോഴും നമ്മുടെ അലാരം മുഴങ്ങുന്നത് 6:30 നമ്മളൊക്കെ 6:30 മുഴങ്ങി അങ്ങനെ ഉണ്ടാവും. 6:00 നീച്ചു, നേരത്തെ നീച്ചു. 6:00 നീച്ചൂലേ? നേരം വെളുക്കുമ്പോ തന്നെ ആള് നീക്കുന്ന പറഞ്ഞു. അപ്പോ 6:00 4:40 സുബിയാൻ കൊടുക്കാണ്. എന്നിട്ടാണ് നമ്മൾ 6:00 നീക്കണ്. ഇവയൊന്നും കിട്ടൂല, വെറുതെ നടക്ക. തഖ്വയുള്ള മുത്തഖീങ്ങളായ മനുഷ്യന്മാര് ആണും പെണ്ണും നിസ്കാരം ഒഴിവാക്കാതെ ശ്രദ്ധിക്കണം. തഖ്വയുടെ ഏറ്റവും വലിയ അടയാളമാണല്ലോ നിസ്കാരം. അതിലേറ്റവും ശ്രേഷ്ഠമായ സുബ്ഹി നിസ്കാരം നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ വലിയ അടയാളമായി പഠിപ്പിച്ച നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്ര വിഷമഘട്ടത്തിലാണെങ്കിലും നിസ്കാരം കൂടെ കരുതണം. പ്രത്യേക സഹായം, പ്രത്യേക സംരക്ഷണം. നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സഹായം അല്ലാഹു തആല നൽകും. നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ സഹായം അല്ലാഹു തആല നൽകും. ഇപ്പോഴും മുൻകാലത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണോ അവർക്ക് പ്രത്യേക സഹായവും പ്രത്യേക ബഹുമാനവും ദുനിയാവിലും അല്ലാഹു തആല നൽകും, ആഖിറത്തിലും നൽകും. നിസ്കാരം കൊണ്ടൊക്കെ പരലോകത്തിന് കിട്ടുള്ളൂ എന്നല്ല, ഇവിടെയും കിട്ടും. ഇവിടെ നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് താവഴിയിലുള്ള മക്കളും പേരമക്കളൊക്കെ നന്നായി സ്വാലിഹ്യങ്ങളായി വരും. നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ. നമ്മൾ നിസ്കരിക്കാത്ത ആളുകളാണ്, രക്ഷിതാക്കളായ ആളുകൾ നിസ്കരിക്കാത്തവരാണ്, മക്കൾ ഫാജിരിങ്ങളും ഫാസിഖ്യങ്ങളും ആയി പോകും. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ വജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്നെ അല്ലാഹുവേ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണം, എന്റെ സന്താനങ്ങളെയും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണം എന്ന് പ്രത്യേകം ദുആ ചെയ്തു. ആരാരുമില്ലാത്ത മക്കയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചെറിയ കുട്ടിയെയും മാതാവിനെയും കൊണ്ടുപോയി അവിടെ തനിച്ചാക്കിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സലാ, ഇവരെ ഇവിടെ താമസിപ്പിച്ചത് ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്. അവരൊറ്റ കാരണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വയായ നിസ്കാരം ഒന്നും മുടങ്ങാതെ സ്വീകരിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ബഹുമാനങ്ങൾ ഓരോന്നും സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് നല്ല മജ്ലിസായി, ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ.